എന്നാൽ തന്നെ ജന്മജന്മാന്തരാർബുദങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലേ സംഹതങ്ങളായി ചമയുമെന്നോ നിശ്ചയമത്രമല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ടമറ്റ സാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്തു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം എഴുതായിട്ട് ലഭിക്കൂ ഒരു വസ്തു എന്നാൽ ആയതൊക്കവേയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവർത്തി ഗതിവരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമത്. എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ഏതത്രേ ഇവിടെ തുല്യമാക്കുന്നത്. രാമചന്ദ്ര ൗവണ്ണമല്ലാതിരിക്കുന്ന രാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ഭഗവാന്മാർക്ക് പല പ്രകാരങ്ങളെ ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആദിഭൗതികങ്ങളായും ആദിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിട്ടും ഉണ്ടാകുന്ന സങ്കടങ്ങളെ അസകലവും തന്നെ യഥാവലേ ദൂരത്തിങ്കൽ നീക്കിക്കളഞ്ഞ് ഇഹലോകത്തിങ്കലേക്ക് സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ. രാമചന്ദ്ര പായാൽ അവണ്ണമല്ലാതിരിക്കുന്ന രാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആര് രാമചന്ദ്രനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? സൂര്യവംശാലങ്കാരഭൂതനായി ദശരഥാത്മജനായി സീതാവല്ലഭനായി അവതാര പുരുഷനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഇവിടെ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയത് കൊള്ളാം. നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്ത്രിവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് അഹിമാംശുവംശസംഭൂതവാനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ സർവരാക്ഷസവധം പ്രതിജ്ഞ ചെയ്ത് കൃതപ്രതിജ്ഞന്മാരായിരിക്കുന്ന സുഗ്രീവാദിവാനരവീരന്മാരോടും അർജുനായിരിക്കുന്ന ലക്ഷ്മണനോടും കൂടി വിജയമാകുന്ന മുഹൂർത്തത്തിങ്കൽ യുദ്ധനിശ്ചിത ചേതസ്സായി പുറപ്പെട്ട് തെക്കേ സമുദ്രതീരത്തെ പ്രാപിച്ചു വർത്തിക്കുന്ന കാലത്തിങ്കൽ രാക്ഷസരാജ്യാവ് ദശഗ്രീവനാൽ നിരസ്തനായി സുഗ്രീവനാൽ നീതനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജ്യാവാക്കി അഭിഷേകം ചെയ്യിച്ചതിന്റെ ശേഷം വിഭീഷണന്റെ വാക്കുഹേതുവായിട്ട് സമുദ്രത്തോട് വഴിയപേക്ഷിച്ച സമയത്തുകൾ സമുദ്രം മാർഗപ്രദാനം ചെയ്യാൻ ഹേതുവായിട്ട് കുപിതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ആഗ്നേയാസ്ത്രം തൊടുത്ത സമയത്തുകൾ ഭീതനായിരിക്കുന്ന സമുദ്രത്താൽ പ്രദത്തമായിരിക്കുന്ന വഴിയിലൂടെ വാനരാഹൃതങ്ങളായിരിക്കുന്ന ഇരുനികരങ്ങളെ കൊണ്ട് 10 യോജന വിസ്താരത്തിൽ 100 യോജന നീളത്തിൽ സേതു ബന്ധിച്ച് തൽ സേതുമ്പിലൂടെ വിഭീഷണനെ മുമ്പിൽ നടത്തി സമുദ്രം അതിക്രമിച്ചതിന്റെ ശേഷം ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തെ പ്രാപിച്ച് പടവീടും കെട്ടി സേനാനിവേശം ചെയ്തു വർത്തിക്കുന്ന കാലത്തിങ്കൽ രാവണൻ പക്കൽ നിന്നും ശുഭസാരണന്മാർ വന്നുപോയതിന്റെ ശേഷം രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിവാനായിക്കൊണ്ട് ഒരു ദൂതനെ നിയോഗിക്കുക എന്നിപ്രകാരം നിശ്ചയിച്ച് വാനര രാജാവായിരിക്കുന്ന സുഗ്രീവനോട് പ്രകാരമുള്ള വാക്കുകളെ പറയുവാനായിട്ട് ആരംഭിക്കും ചെയ്തു. ആയത് പ്രകാരമാകുന്നത്
നന്ദരിഹി വിഭീഷണ ദശമുഖസ്ഥാനേ വിശേഷ്യാമ്യഹം. ഒരു ദൂതൻ ജനിക്കട്ടെ അല്ലേ വാനര രാജാവായുള്ളവേ സുഗ്രീവൻ. സുഗ്രീവൻ എന്താ അവിടെ പിന്നിൽ പോയിരിക്കണത്? എന്താ അവിടെ പിന്നിൽ പോയിരിക്കണതാണ്? ഇവിടെ മുമ്പിലേക്ക് വരൂ. എന്താ സംശയിക്കണത്? എണീക്കുക അവിടുന്ന്. ആ എണീക്കൂ. എന്താ ഇവിടെ ഇവിടെ നോക്കണത്? ആ സംശയിക്കണ്ട, എണീച്ചോളൂ. ആ നീച്ചോളൂ, സംശയിക്കണ്ട, എണീക്കുക. ആ നീച്ചോളൂ നീച്ചോളൂ. അതൊന്നും കേൾക്കണ്ട. നേരെ ഇറങ്ങാൻ സമ്മതിക്കാത്തവരുണ്ട് ഇങ്ങനെ ചിലത്. കൂടെ പിടിച്ചിരുത്തുക എന്നുള്ളതല്ലാതെ കട്ടിച്ച് പറഞ്ഞ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിനെ അനുസരിപ്പിക്കേണ്ട അങ്ങനത്തെ നേരെ വരാം. കാര്യം പറയാൻ പറ്റുമല്ലോ. അത് കട്ടിച്ച് പറഞ്ഞ അനുസരിക്കുന്നുള്ളതായിരുന്നു. അപ്പ അതങ്ങോട്ട് വേണ്ട. ആ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ മുമ്പിൽ വിളിച്ച് ഇരുത്തിയതിന്റെ ശേഷമാണ് കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ അകലെ പോയി ഇരുന്നാ പറയണ കാര്യമൊന്നും കേൾക്കാൻ പറ്റില്ല. എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ മുമ്പിൽ വന്നിരിക്കണം, വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ സുഗ്രീവനെ മുമ്പിൽ വിളിച്ചിരുത്തിക്കൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ആ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുന്നത്. എന്താ അദ്ദേഹം പറയണത്? ഒരു ദൂതൻ പോട്ടെ, ഒരു ദൂതനെ പറഞ്ഞേക്കണം. എവിടേക്കാ പറഞ്ഞേക്കുന്നത്? വേറെ എവിടേക്കുമല്ല, രാക്ഷസരാജാവ് രാവണന്റെ അടുത്തേക്കാണ് ഒരു ദൂതനെ പറഞ്ഞേക്കുന്നത്. രാവണന്റെ അടുത്തേക്കോ? രാവണന്റെ അടുത്തേക്ക് മുമ്പ് ഒരു തവണ ദൂതനെ പറഞ്ഞയച്ചതല്ലേ? ഹനുമാനെ മുമ്പ് പറഞ്ഞയച്ചതല്ലേ? അതുകൊണ്ട് ആ ദൗത്യത്തിനായിട്ട് ഹനുമാൻ അവിടെ ചെന്നതിന്റെ ശേഷം ഒരു ഗുണം ഉണ്ടായില്ല. വെറുതെ അത്രയിടം വരെ പോയി പോന്നു എന്നുള്ളതല്ലാതെ കൊണ്ട് യാതൊരു ഗുണം, ഇതുകൊണ്ട് ഒരു ഗുണമില്ല കേട്ടോ. ഇത് വെറുതെ കൊണ്ടു വെച്ചേക്കുന്നതാ. കൊണ്ടന്ന് വെക്കുന്നത് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? അല്ലാതെ വെറുതെ ഒരു ഉപയോഗത്തിലും ഇല്ലാതെ കണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് ഈ കാണുന്നതൊക്കെ അപ്പൊ ഉപയോഗിക്കുന്ന സാധനത്തിന് അല്ലെങ്കിൽ ഏത് വിഷയമായാലും വേണ്ടില്ല, അതിന് പുറപ്പെട്ടാൽ എന്ത് വേണം? അത് ഉപയോഗയോഗ്യമാവണം. ഇവിടെ ഹനുമാനെ പറഞ്ഞു വെച്ചതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല, അതുകൊണ്ട് ഉപയോഗം ഉണ്ടായില്ല. എന്താണ്? രാവണൻ ഒരു തരത്തിലും വശംവദനാവാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല. അപ്പൊ ഇവിടെ ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇനിയിപ്പോ എന്താ വേണ്ടത്? ഒരു തവണയും കൂടി ഒരു ദൂതനെ പറഞ്ഞയക്കുക. എന്താ ഒരു തവണയും കൂടി ദൂതനെ പറഞ്ഞയക്കുക എന്ന് സുഗ്രീവന് ശ്രീരാമചന്ദ്രന് തോന്നാനുള്ള കാരണം വേറൊന്നുമല്ല, ആ ലങ്കാരാജധാനിയിലേക്ക് വാനരന്മാര് മുഴുവൻ എത്തല് കഴിഞ്ഞു. ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി പോകുന്നു. എവിടേക്കാ നീ പോണത്? ഇവിടെ വാ, ഇവിടെ വാ. ആ വാനരന്മാർ ഒരു പ്രവചനം ചാടി നടത്തിയേ. ശ്രീരാമചന്ദ്രൻ ലങ്കാരാജധാനിയിൽ എത്തല് കഴിഞ്ഞു. എത്തിയ സമയം കൊണ്ട് അവിടെ മുഴുവൻ വാനരന്മാരും അവിടെ എത്തിയിട്ടില്ലേ എന്ന് അദ്ദേഹം ഒന്ന് നോക്കി. കാരണം ആ രാജധാനിയിലേക്ക് എത്തലും കഴിഞ്ഞു. എത്തിയതിന്റെ ശേഷം മുഴുവൻ എണ്ണം ഇവിടെ എത്തിയിട്ടില്ലേ എന്ന് നോക്കിയപ്പോഴാണ് മുഴുവൻ എണ്ണത്തിൽ നമ്മുടെ കാണാനില്ലോ. ഇത്രയും എണ്ണത്തില് കണ്ടാ പോരാ, ഒക്കെ എവിടെ പോയി നോക്കുമ്പോഴാണ് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നുണ്ട്. ചിലത് ആ മതിലിന്റെ മുകളിൽ കയറിയിരിക്കുന്നു, ചിലത് ആ മരത്തിന്റെ മുകളിലാണുള്ളത്, ചിലത് ആ കൊടിമരത്തിന്റെ മുകളിൽ, ചിലത് ആ തൂണുമ്മ കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ചിലത് ആ മേപ്പെട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു. അവിടെ ഇങ്ങനെ ഒരെണ്ണം ഇടുപ്പിന് കയ്യും കൊടുത്തു, അങ്ങനെ ഒരെണ്ണം അവിടെയും വെച്ചിട്ടുണ്ട്. ഈ വാനരന്മാര് മുഴുവൻ എവിടെ പോയി നോക്കുമ്പോ ഒക്കെ പല സ്ഥലത്തായിട്ടാ നോക്കുമ്പോ ചിലത് ഭവനങ്ങളുടെ മുകളില്, ചിലത് കൊടിമരത്തിന്റെ മുകളില്, താഴേക്കുടത്തിന്റെ മുകളില്, ലങ്കാരാജധാനിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് വാനരന്മാര് ആ വന്ന സമയം കൊണ്ട് അവര് അവിടെ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് ഇരിക്കല്ല. ഇതവിടെ കണ്ടു ശ്രീരാമചന്ദ്രൻ. എന്താ ഈ കൊള്ളരുതാത്തവന്മാരെ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണോ അങ്ങോട്ട് കൊണ്ടുവന്നത്? നോക്കൂ, അത് ഉടമസ്ഥല്ലാത്തതാണ്. അതുകൊണ്ട് കുറച്ച് നേരമായി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി. വിറ്റങ്ങളെയൊക്കെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്?
ഇവിടെ ഈ ശത്രുവിന്റെ നദിയായിട്ടുള്ള ഈ ലങ്കാരാജധാനിയിൽ വന്ന് ഒരു ക്രമമില്ലാതെ കണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ ദുഷ്പേരാർക്കാം. ശ്രീരാമചന്ദ്രന്റെ സൈന്യം ലങ്കാരാജധാനിയിൽ വന്ന് ഒരു ക്രമമില്ലാതെ കണ്ട് പെരുമാറി എന്നല്ലേ പറയുക? എവിടെ വിറ്റുകളുടെ ഒക്കെ നാഥനായിട്ട് ഒരുത്തനെ ഞാൻ അവരോധിക്കേണ്ടായില്ലോ. ആ സുഗ്രീവൻ എവിടെ? അവനെവിടെ പോയി എന്ന് നോക്കുക. ഇതായിരിക്കണു സുഗ്രീവൻ. എന്റെ മുഖത്തൊക്കെ അല്ല, അങ്ങോട്ട് നോക്ക്. ദാ കൊമ്പിന്റെ മുകളിൽ ഇരിക്കണു സുഗ്രീവൻ, താടിക്ക് കൈ കൊടുത്തിട്ട്. എടാ ഉള്ളരുതാത്തവനെ, നിന്നെ ഇതിനാണോ ഞാൻ വാനര ചക്രവർത്തിയാക്കി അഭിഷേകം ചെയ്യിച്ചത്? സുഗ്രീവനും വാനരനാണല്ലോ. ആ സ്വഭാവം മുഴുവനായിട്ട് മാറുന്നില്ലല്ലോ. സുഗ്രീവൻ ഒരു കൊമ്പിന്റെ മുകളിൽ മറ്റേ കൊമ്പത്തേക്ക് ചാടാനുള്ള ശ്രമ. ഈ കൊള്ളരുതാത്തവനെ ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ അവിടെ കൊണ്ടുവന്നത്? നോക്കൂ, അവന് വല്ല കൂസലും കൂടെ മുമ്പിൽ നിന്ന് കാണിക്കാൻ നോക്കൂ. എന്താ വേണ്ടത് ആലോചിച്ചു മാത്രല്ല, ആ കോപം കൊണ്ട് അദ്ദേഹം സുഗ്രീവനെ ഒന്ന് രണ്ട് വിളിച്ചു. സുഗ്രീവ വിളിക്കേണ്ടതാണ്. വിളി കേട്ടു എങ്ങനെയാ? ആ ഇരുന്ന കൊമ്പത്തിന് ചാടുകയും ചെയ്തു, മറ്റേ കൊമ്പത്തേക്കോട്ട് എത്തിയതുമില്ല. അതിന്റെ ഇടയിൽ വെച്ചിട്ടാ ഈ വിളി കേട്ടത്. അപ്പൊ എന്താ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലായി. അവിടെ കിടക്കാനൊന്നും പോയില്ല കേട്ടോ. വേഗം അവിടെ ചാടി എണീറ്റ് മേത്ത് പറ്റിയ പൊടിയൊക്കെ തട്ടി കളഞ്ഞു വേഗം വന്നു. ശ്രീരാമചന്ദ്രനെ അടുത്ത് ചെന്ന് താണു തൊഴുതു. സുഗ്രീവ, എന്ത് കഥ? എന്താ കാണിക്കുന്നത് അവിടെ നിന്നിട്ട്? സുഗ്രീവനോടാ ഞാൻ ചോദിക്കുന്നത്, എന്താ ചെയ്യണത്? സുഗ്രീവൻ അങ്ങോട്ട് നോക്കുക, എന്താ ചെയ്യണമെന്ന് വെച്ചപ്പോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഞാനൊന്നും കാണിച്ചില്ല. അദ്ദേഹം എന്തെങ്കിലും കണ്ടു എന്നുള്ള ഛായല അങ്ങോട്ടും നോക്കണത്. സുഗ്രീവനോടാ ഞാൻ ചോദിക്കുന്നത്, എന്താ ഇവിടെ കാട്ടിക്കൂട്ടണത്? മനസ്സിലായില്ല പോലും. കാണുന്നില്ലേ ആ പൊള്ളരുതാത്തവന്മാര് വാനന്മാരെ അങ്ങോട്ടും കൂടി ചാടി നടക്കണത്? നോക്കൂ, കണ്ടു. ഈ കുട്ടിത്തരത്തിനെയൊക്കെ ആ രാക്ഷസന്മാരുടെ കയ്യിലേക്കൊന്നും അങ്ങോട്ട് കിട്ടുകയോ വേണ്ടു. അതിനെ ഒരടി അങ്ങോട്ട് അടിക്കാനും ഒന്നും തികയില്ല. ആ കാറ്റ് കൈ വീശണേന്റെ കാറ്റ് അങ്ങോട്ട് തട്ടിയ അതോടുകൂടി കഴിയും അതിന്റെയൊക്കെ കഥ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വാനരന്മാര് മുഴുവൻ എവിടെ വന്നിരിക്കും? എവിടെയാണ് സുഗ്രീവ? സുഗ്രീവൻ ഒന്നോട് നോക്കി. വാനരന്മാര് മുഴുവൻ അവിടെ ഉണ്ട്. ചിലത് അവിടെ മതിലിന്റെ മുകളിലുണ്ട്, ചിലത് ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്, ചിലത് മരത്തിന്റെ മുകളിലുണ്ട്, ചിലത് താഴേക്കുളത്തിന്റെ മുകളിലാണ്, ചിലത് ആ മതിലിന്റെ മുകളിൽ. അതെ സുഗ്രീവ, ഞാൻ ഈ മതിലിന്റെ മുകളിൽ കയറ്റിയിരുത്താനും താഴേക്കുളത്തിന്റെ മുകളിൽ കയറ്റിയിരുത്താനും മരത്തിന്റെ മുമ്പത്ത് കയറിയിരുത്താനൊക്കെ വേണ്ടിയിട്ടാണോ ഈ വാനര സൈന്യത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ മേപ്പെട്ട് നോക്കണത്? സുഗ്രീവനോടാ ചോദിക്കണത്, എന്താ മേപ്പെട്ട് നോക്കണതെന്ന്. ചിരിച്ചിട്ട് കാര്യമില്ല. തന്നെയല്ലേ ഈ വാനരന്മാരുടെ മുഴുവൻ കൈ ഏൽപ്പിച്ചിട്ടുള്ളത്? താനല്ലേ വാനര രാജാവ്? എന്താ മേപ്പെട്ട് നോക്കണത്? ഉരുട്ടി പിടിച്ച് നോക്കണത്? ഒരു ഭാഗ വ്യത്യാസമില്ല. സുഗ്രീവൻ ആകെ കൈ. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ശകാരം കേൾക്കേണ്ടി വരും എന്നുള്ളത് അദ്ദേഹം നിരീക്ഷിച്ചിട്ടില്ല. അതെ, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ സൈന്യങ്ങളെ മുഴുവൻ അടക്കി ഒതുക്കി സേനാനിവേശം ചെയ്യണം. സൈന്യത്തിനെ അടക്കി ഒതുക്കി ഒരു ഭാഗത്തിരുത്തണം. ആയിക്കൂടെ? എത്രയും പെട്ടെന്ന് വേണം. ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഓടി നടക്കാൻ വിട്ടാൻ പറ്റില്ല. വേഗം നോക്കിക്കോളൂ. ഇങ്ങോട്ട് പറയേണ്ട താമസം, ശ്രീരാമചന്ദ്രന്റെ കൽപ്പന കിട്ടേണ്ട താമസം. സുഗ്രീവൻ ആ കണ്ണൊക്കെ ഉരുട്ടി മിഴിച്ചൊന്ന് നോക്കി. വാനരന്മാരെ മുഴുവൻ അങ്ങോട്ട് നോക്കിയപ്പോ വാനരന്മാർ മുഴുവൻ കാണുന്നുണ്ട്. അവര് പല ഭാഗത്തിരുന്ന് ഇത് കാണുന്നുണ്ട്. ശ്രീരാമചന്ദ്ര സ്വാമി സുഗ്രീവനെ അടുത്തേക്ക് വിളിക്കണത്, സുഗ്രീവനോട് എന്തോ ചിലത് പറയണത്. ആ പറഞ്ഞു കഴിഞ്ഞതോടുകൂടി സുഗ്രീവന്റെ മുഖത്തിന്റെ സമ്പ്രദായം അങ്ങോട്ട് മാറുന്നതും ഒക്കെ ഇവര് ശ്രദ്ധിക്കുന്നുണ്ട്. സുഗ്രീവൻ പിരികക്കൊടിയൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്, ദംഷ്ട്രങ്ങൾ കടിച്ചിട്ടുണ്ട്, കണ്ണുരുട്ടി പിടിച്ചങ്ങോട്ട് നോക്കണ സമയത്ത് കണ്ടത് മനസ്സിലായി, ആ കാര്യം പതില്ലാണ്ടായിട്ടുണ്ട്. ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. സുഗ്രീവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എവിടെ സർവ്വസൈന്യാധിപൻ നീലൻ? എവിടെ നീലൻ? ഇവിടെ വന്നിരുന്ന് ചിരിക്കുകയല്ലേ? നീലൻ ഇവിടെ നോക്കും, മുഖത്തേക്ക് നോക്കൂ. താനല്ലേ സർവ്വസൈന്യാധിപൻ?
ഈ വാനരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ വിട്ടിരിക്കുക. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. സേനാനിവേശം ചെയ്യണം, സൈന്യങ്ങളെ അടക്കി ഒതുക്കി ഒരു ഭാഗത്തിരുത്തണം. എത്രയും പെട്ടെന്ന് കൊടുക്കണ്ട താമസം. അതില് ഉത്തരവാദിത്തപ്പെട്ടവരായിട്ടുള്ള വാനരന്മാര് ആ കാര്യങ്ങളും എവിടേക്കായി ഓടുന്നത്? ഇത് ഒന്നുകിൽ അങ്ങോട്ട് അല്ലാശം അങ്ങോട്ട്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതെ, നീ ഒന്നും ഇവിടെ നീങ്ങിയിരിക്കെ. നീങ്ങിയിരിക്കെ. നീ ഒന്നും ഇവിടെ നീങ്ങിയിരിക്കെ. നീ അങ്ങോട്ട് നീങ്ങിയിരിക്കെ. ഒന്നുകൂടി നീ നീങ്ങണ്ട. നീ അതിന് പെട്ടല്ല. ഇവിടെ നീങ്ങിയിരിക്കെ. ഒന്നുകൂടി ഇങ്ങോട്ട് നീങ്ങിയിരിക്കെ. നീ ഒന്നുകൂടി അങ്ങോട്ട് നീങ്ങ. പിന്നിലിരിക്കണ വിദ്വാൻ ഇവിടെ ഒരു മുമ്പിലേക്ക് കയറിയിരിക്കെ. ഇങ്ങോട്ട് കയറിയിരിക്കെ. സംശയിക്കേണ്ട. എന്താ ഞാൻ വന്ന് രണ്ടങ്ങോട്ട് തരും. അങ്ങോട്ട് കയറിയിരിക്കെ. കയറിയിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് കയറിയിരിക്കുന്നില്ല. ഇടയിലിരിക്കുക. ഒന്നുകൂടി അങ്ങോട്ട് നീങ്ങിയിരിക്കോ. ഇങ്ങോട്ട് കയറിയിരിക്കോ. എന്താ നീ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണത്? ഇങ്ങോട്ട് കയറിയിരിക്കാൻ പറഞ്ഞ അനുസരണയില്ലാത്ത വർഗങ്ങൾ ഇപ്പോഴും ഉണ്ടോ? ഇങ്ങോട്ട് കയറിയിരിക്കേ. അതിന് നല്ല ഭാവവ്യത്യാസം പറഞ്ഞ അനുസരണയില്ലാത്ത സുഗ്രീവന്റെ കൽപ്പനയാ. വന്നിട്ട് വേണ്ടതുപോലെ ആയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാൽ മേടിക്കേണ്ടി വരും. നീ വെറുതെ കണ്ണെഴുതി അതിന് ഇതിലേക്ക് നടന്നിട്ട് കാര്യമില്ല. മനസ്സിലാവുണ്ടോ? ഇവിടെ കയറിയിരിക്കെ. ഒന്നുകൂടി കയറിയിരിക്കെ. സംശയിക്കണ്ട. ഇവിടെ കയറിയിരുന്നോ ഞാനല്ലേ പറയണത്. അങ്ങനെ ഒന്ന് അനങ്ങി കിട്ടി. നീ ഒന്നും നീങ്ങിയിരിക്കെ. ഒന്നുകൂടി ഒന്നങ്ങോട്ട്. നീ ഒന്നങ്ങോട്ട് നീങ്ങിയിരിക്കെ. ഒന്നങ്ങോട്ട്. ഒന്നുകൂടി. ഒന്നുകൂടി ഇവിടെ നീങ്ങിയിരിക്കെ. നീ ഒന്ന് നീങ്ങിയിരിക്കെ. അങ്ങനെ ആ സൈന്യങ്ങളെ മുഴുവൻ അടക്കി ഒതുക്കി ഒരു ഭാഗത്തെടുത്തിൽ കഴിഞ്ഞു. അതിന്റെ ശേഷം ശ്രീരാമചന്ദ്രൻ ത്രികൂടം പർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൽ കയറി ലങ്കാരാജധാനി ഒന്ന് സാമാന്യം പോലെ നോക്കി കണ്ടു. ലങ്കാരാജധാനി വളരെ മനോഹരമായിട്ടുള്ള രാജധാനി. ഇത്രയൊക്കെ വിശേഷമായിട്ടുള്ള ഒരു രാജധാനി ആയതുകൊണ്ട് തന്നെ അതൊന്ന് കാണണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ത്രികൂടം പർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൽ കയറി രാജധാനി കണ്ടു. കണ്ടപ്പോഴാണ് നോക്കൂ എന്തൊരു കൗതുക അതിനെ കാണാൻ. രാക്ഷസഗണങ്ങള് ഓടി നടക്കുക. നോക്കുമ്പോഴാണ് രാക്ഷസഗണങ്ങളുണ്ട്, രാക്ഷസികളുണ്ട്, രാക്ഷസന്മാരുണ്ട്. രാക്ഷസന്മാര് മുഴുവൻ എണ്ണത്തിന് ഇത്ര കണ്ടാ പോരല്ലോ. അധികവും രാക്ഷസികളാണ്. രാക്ഷസന്മാരൊക്കെ ഇവിടെ ഇവിടെ അവരെ കണ്ട് ബാക്കി നിർത്തിയില്ല രാക്ഷസന്മാര്. കാരണം സേനാനിവേശം ചെയ്യല് രാക്ഷസ രാജധാനിയിലും നടന്നിട്ടുണ്ട്. അപ്പോ പുരുഷന്മാരായിട്ടുള്ള യുദ്ധത്തിന് പ്രാപ്തരായിട്ടുള്ള രാക്ഷസന്മാരെ മുഴുവൻ സേനാനിവേശം ചെയ്ത് വേറൊരു ഭാഗത്തേക്ക് സൈന്യത്തിലുള്ളവരൊക്കെ അവരെ കണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകളും ആണുങ്ങളും ഇന്നത്തെ ഉപകാരം ചേർത്ത് അങ്ങനെ പ്രായമായിട്ട് അവരെ യുദ്ധത്തിന് പറഞ്ഞയക്കാനൊന്നും പറ്റില്ല. കാരണം ഒരു കാലത്തൊക്കെ അനവധി യുദ്ധമായിട്ടുള്ളതാണ്. അതിനൊന്നും പറ്റാത്ത പ്രായം. അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ചേ അവിടെ ഉള്ളൂ. കണ്ടത് ശ്രീരാമചന്ദ്രൻ തോന്നി ഒരു വളരെ സമാധാനമായിട്ട് രാക്ഷസ രാജധാനിയില് രാക്ഷസന്മാര്, രാക്ഷസികള്, അതേപോലെ രാക്ഷസഗണങ്ങള് വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും കഴിയുക. അതിന്റെ ഇടയില് ഇപ്പോ രാവണൻ ഒരാളുടെ കൊള്ളരുതായ്മ കാരണം താനൊരു യുദ്ധം ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സമാധാനമായിട്ടുള്ള ജീവിതം സ്വൈരവിഹാരത്തിന് അതിന് തടസ്സം വരും. അവര് സുഖമായിട്ട് കഴിയാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. അവർക്ക് യുദ്ധം ഉണ്ടായി എങ്ങനെയാണല്ലോ. യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് ക്ലേശം, അനവധി ക്ലേശം ഉണ്ടാവും. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് സമാധാനമായിട്ടോ ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ടോ അപ്പൊ കഴിയണത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരാളും പറയില്ല. കാരണം എന്താ, ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പല തരത്തിലുള്ള ദോഷങ്ങള്, പല തരത്തിലുള്ള വൈഷമ്യങ്ങള് അതുകൊണ്ടുണ്ടാവും. അപ്പോ അങ്ങനെ ആ വൈഷമ്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്ലേശം വരിക ആർക്കാണ്? ഏറ്റവും കൂടുതൽ ക്ലേശം ഉണ്ടാവുക സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്കോ യുദ്ധമുണ്ടോ? സ്ത്രീകൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടോ? അവനോണ്ടുണ്ടാക്കുന്ന യുദ്ധമല്ലാട്ടോ. അങ്ങനെ ഇരിക്കണ്ട. ആ യുദ്ധത്തിന്റെ കാര്യമല്ല പറയണം. അത് പറയാം. യുദ്ധത്തിന് പോകണമെന്ന് മോഹണ്ട. അതിന്റെ മുഖത്തേക്ക് നോക്കിയാ ഏതാണ്ടൊക്കെ വേണമെന്ന് മോഹമുള്ള തരാന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ സ്ത്രീകൾ പറയലുണ്ട് പുരുഷന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഞങ്ങൾക്കും വേണം. അങ്ങനെയല്ലേ പറയാ?
ഞാനും അഭിപ്രായക്കാരനാണ് കേട്ടോ, കൊടുക്കണം തന്നെയാണ് ഞാനും പറയുക. കാരണം എനിക്ക് മറിച്ചൊരു അഭിപ്രായമില്ല. ആ സ്ത്രീകളൊക്കെ പുരുഷന്മാർക്കുള്ളത്തോളം എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും വേണം തന്നെയാണ് ഞാനും പറയുക. പക്ഷേ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, യുദ്ധത്തിന് പോകാൻ പറ്റുമോ? എങ്ങനെയാ പോവാൻ മോഹമുണ്ടോ? അപ്പൊ പറഞ്ഞു നമ്മുടെ ഭാരത. കാരണം എന്താ, ആ തരത്തിലുള്ള ഭാരിച്ച പ്രവർത്തികളൊന്നും സ്ത്രീകളല്ല ചെയ്യുക. കാരണം സ്ത്രീയുടെ ശരീരം അതിന് പാകത്തിനല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ ഭാരപ്പെട്ട പ്രവൃത്തികൾ മുഴുവൻ പുരുഷന്മാർക്കായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോ അതിന് ആ യുദ്ധത്തിന് പോവുക എന്നുള്ളത് പുരുഷന്മാരെയാണ്. പിന്നെന്താ, ഈ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ ബുദ്ധിയുള്ളവൻ ഇതിന് പുറപ്പെടില്ല. എന്തിന്? സൈന്യത്തിലേക്ക്. ബുദ്ധിയുള്ള പുറപ്പെടുക വെച്ചാൽ ഒരു അതിബുദ്ധി കേട്ടോ. കുറച്ചായി തുടങ്ങിയിട്ട് മതി അവസാനിപ്പിക്കാൻ. ആയുധം കൊണ്ടുള്ള പ്രയോഗം കുറച്ചു നേരമായില്ലോ. ഞാൻ ശ്രദ്ധിക്കുകയല്ല, കുറച്ചൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇത് മുഴുവൻ തരാക്കാലം ഇരിക്കണം. അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഇത് നേരത്തെ കൂട്ടി ചോദിക്കണം. നേരത്തെ കൂട്ടി ചോദിച്ച് അതിനുള്ള അനുവാദം മേടിച്ചു വെച്ചാൽ കുഴപ്പമില്ല. ഇതതില്ലാതെ മുഴുവൻ തരാക്കി കൊണ്ടുപോകാൻ പറ്റില്ല. ആയുധം കയ്യിലുണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലേ അത് വഴി. കാരണം ഇന്നത്തെ കാലത്ത് ഈ ആയുധം കൊണ്ട് എന്ത് കാര്യം? എന്തൊക്കെയാ അതുകൊണ്ട് ചെയ്യാൻ ഇരിക്കണത് നോക്കണ്ട. കാര്യം ഇനി ചിരിച്ചിരിക്കണത് നാളെ അത് കൊണ്ടുപോയിട്ട് അനവധി കാര്യങ്ങൾ സാധിക്കാനുള്ള ആളാണ്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ലഭ്യമൊന്നുമില്ല. ലഭ്യം തനിക്ക്. അതുകൊണ്ട് ആയുധത്തിന്റെ പ്രയോഗം നിർത്താം. അപ്പൊ യുദ്ധത്തിന് പറഞ്ഞയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ പോയ വ്യക്തി അതേപോലെ ഇവിടെ തിരിച്ചു വന്നോന്നില്ല. യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ആ പോയ വ്യക്തി അതേപോലെ തിരിച്ചു വന്നോളന്നില്ല. വെച്ചാൽ എന്താ കൊണ്ടുപോയതൊന്നും അതുപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്താ കയ്യോ കാലോ അതൊന്നും അതുപോലെ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. തിരിച്ചു വരുമ്പോ ചിലപ്പോ കാല് മുറിഞ്ഞു പോവുക, അതേപോലെ കൈ മുറിഞ്ഞു പോവുക, അതേപോലെ മൂക്ക് മുറിഞ്ഞു പോവുക, ചെവി മുറിഞ്ഞു പോവുക. അവയവങ്ങൾക്കൊക്കെ യഥാസ്ഥാനം ചിലപ്പോ ഉണ്ടായിക്കോണമെന്നില്ല അവയവങ്ങള്. അപ്പൊ അത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നുണ്ടാവുക. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വിദ്വാനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൈ കാലൊക്കെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും കിടക്കുക എന്നുള്ളതല്ലാതെ കൊണ്ട് ഒന്നും പറ്റാതെ കണ്ടത്. പിന്നെ ഇതിനെ ശുശ്രൂഷിക്കേണ്ട ഭാരമൊക്ക ആ കുടുംബത്തിലുള്ള സ്ത്രീക്ക്. അതിന് വേണ്ടതുപോലെ ശുശ്രൂഷിക്കേണ്ട ഭാരം മുഴുവൻ ആ സ്ത്രീക്കാവും. ഇതാണെങ്കിൽ സിദ്ധി കൂടൂല, മരിക്കൂല. കുറച്ചു കാലം എടുത്തു കഴിഞ്ഞാൽ എത്ര കാലം ആ സ്ത്രീ ഇതിനെ ഇങ്ങനെ പരിചരിച്ചു കൊണ്ട് കഴിയണം. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ എന്ത് തോന്നും? ആ സ്ത്രീക്ക് അങ്ങോട്ട് മടുക്കും, വെറുക്കും. ജീവിതത്തിനോട് തന്നെ ഒരു വിരക്തി വരും. അപ്പൊ അവിടെ പറയും, രാമ നീ കാരണല്ലേ എന്റെ പുരുഷൻ ഈ അവസ്ഥയുണ്ടായത്, നീ കാരണല്ലേ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്ന് ആ സ്ത്രീകളുടെ മനസ്സ് വിഷമിക്കാനായിട്ട് അവരവസ്ഥ ഉണ്ടായാൽ അതിന്റെ ദോഷം ആർക്കാ? അതിന്റെ ദോഷം ഇരിക്കാം. അപ്പോ അതുകൊണ്ട് ഒരു തരത്തില് ഒരു മുൻകൂട്ടി ഒരു നിശ്ചയിച്ചിട്ടല്ലാതെ കൊണ്ട് യുദ്ധം ആരംഭിക്കരുത്. അതുകൊണ്ടാണ് ഒരു ദൂതനെ പറഞ്ഞയക്കണം എന്ന് ശ്രീരാമചന്ദ്രൻ നിശ്ചയിച്ചത്. അല്ലാതെ കൊണ്ട് ആ ലങ്കാരാജധാനിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ തരത്തിലുള്ള കൂറ്റന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലേ. നോക്കൂ ഓരോന്നിന്റെ വലിപ്പം. എന്താ ഓരോന്നിന്റെ ബലത്തിലാ വളർച്ചയെ. ഇങ്ങനെയുള്ളതിനെ കൂടി കണ്ടപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ കിട്ടുന്ന പറയാൻ തുടങ്ങിയിരിക്കണ്ട. അദ്ദേഹം ഭയപ്പെട്ടിട്ടല്ല, പിന്നെയോ അദ്ദേഹത്തിന് രാക്ഷന്മാരെ കണ്ടിട്ടുള്ള ഭയം കൊണ്ടല്ല, പിന്നെയോ ഈ തരത്തില് ധർമ്മലോപം വന്നുവെങ്കിലോ എന്നുള്ള സംശയം കൊണ്ടാണ്. കാരണം ഭരണാധികാരിയാവുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ധർമ്മച്യുതി സംഭവിക്കാതെ ഇരിക്കുക. താൻ ഭരിച്ചോണ്ടിരിക്കുന്ന കാലത്ത് ധർമ്മത്തിന് ദോഷം സംഭവിക്കരുത് എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയായിരിക്കണം ഒരാൾ ഭരിക്കണം. അതൊക്കെ പറയാം അല്ലേ. നമ്മുടെ ഭരണാധികാരികളുടെ കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ അവര് എത്രത്തോളമൊക്കെ ഭരിക്കേണ്ടതെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തായാലും ശ്രീരാമചന്ദ്രൻ അങ്ങനെയല്ല. അദ്ദേഹം മര്യാദാ പുരുഷോത്തമനാണ്. അതുകൊണ്ടാണ് ഒരു ദൂതൻ കോട്ടയെന്ന് നമ്മൾക്ക് പോയി. നിങ്ങളോടല്ല പറഞ്ഞത്. ഇതിനെയൊക്കെ ദൗത്യത്തിന് പറഞ്ഞേക്കാൻ പറ്റുമോ? ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവാറുള്ളതായിട്ടില്ല. അങ്ങനെയുള്ളവരെ പറഞ്ഞയച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ദൗത്യത്തിന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ സുഗ്രീവ? ധരിച്ചിട്ടുണ്ടോ എന്തൊക്കെയാ വേണ്ടത് ഒരു ദൂതനെ പറഞ്ഞയക്കുമ്പോ?
ഒരു ദൂതനെ പറഞ്ഞയക്കാനായിട്ട് ആദ്യം ദൂതന്മാര് എത്ര പ്രകാരത്തിലാണ് എന്നറിയണം. അത് വേണം ആദ്യം. അപ്പോ ദൂതന്മാര് അത് എത്ര പ്രകാരത്തിലാണ് ദൂതന്മാര് എന്ന് പറയും. അവര് പ്രധാനമായിട്ട് 3 പ്രകാരത്തിലാണ് ദൂതന്മാരുള്ളത്. 3 തരത്തിൽ പെട്ടവരെന്നാണ് പറയാ. ഏതൊക്കെയാണ്? ഉത്തമൻ, മധ്യമൻ, അധമൻ. എണ്ണം പിടിച്ചോളൂ, സംശയിക്കണ്ട. ഉത്തമൻ, എണ്ണം പിടിക്കാൻ പറഞ്ഞപ്പോ അത് എങ്ങനെയാ പിടിക്കുന്നത്? ഇങ്ങനെയല്ലേ എണ്ണുക, അല്ലാണ്ട് ഇങ്ങനെ എണ്ണുക. എന്നാ സാമാന്യം പോലെ എണ്ണു. ഉത്തമൻ, മധ്യമൻ, അധമൻ. ഇവിടെ കണ്ട കഴിഞ്ഞു 3 ഉള്ളൂ. 3 പ്രകാരത്തിലാണ് ദൂതന്മാരുള്ളത്. അതിന് 3 പ്രകാരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പ്രകാരത്തിൽ പെട്ടവരുടെയും സമ്പ്രദായം എന്താണുള്ളത് സാമാന്യം പോലെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതും കൂടി ശ്രദ്ധിക്കണം. 3 പ്രകാരത്തിലുള്ള ദൂതന്മാരിലെ ആദ്യത്തെ വിഭാഗം ഉത്തമൻ. ഉത്തമനായിട്ടുള്ള ദൂതന്മാരുടെ ലക്ഷണം എന്താ? ഉത്തമനായിട്ടുള്ള ദൂതന്മാര് ഉത്തമനായിട്ടുള്ള ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ദൗത്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കാം. അതിനു മുമ്പ് ഈ ദൂതൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. വേണ്ടേ? നേരിട്ട് ഒരാളോട് ഒരു കാര്യം പറയാൻ പറ്റില്ല വെച്ചാൽ മറ്റൊരു വിദ്വാനെ പറഞ്ഞയച്ച് അയാൾ വഴി ആ കാര്യം ആരെയാണ് അറിയിക്കുന്നത്? അയാളെ അറിയിക്കുക. അതിനെയാണ് ദൂതൻ എന്ന് പറയുക. ഈ പോണ വ്യക്തിയാണ് ദൂതൻ. ഈ ചെയ്യണ കാര്യമാണ് ദൗത്യം. ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ദൂതൻ, ഉത്തമനായിട്ടുള്ള ദൂതൻ. ഉത്തമനായിട്ടുള്ള ദൂതന് ആരാണ് ഉത്തമനായിട്ടുള്ളത്? എന്താ ഇവരുടെ സമ്പ്രദായം എന്നാണെങ്കിൽ ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോരാകെ ഒരു ഗുണം അതാ, ബാക്കിയൊക്കെ ദോഷമാണെങ്കിലും ഒരു ഗുണമല്ലാതെ എന്താ പറഞ്ഞാൽ അനുസരിക്കില്ല എന്നുള്ളത് മാത്രമാണ്. ദൗത്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകണോ ഇവിടെ ഒരു കാര്യം ഇന്ന ആളോട് പോയി പറയണം എന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവര് എവിടെയാണ് ആരെ ചെന്ന് കാണുന്നത് വെച്ചാൽ അയാളുടെ അടുത്തേക്ക് ചെല്ലും. അയാളെ പോയി കാണും. പോയി കണ്ടു എന്ന് മാത്രമല്ല, എന്താണോ ആ വ്യക്തി പറഞ്ഞയച്ചത്, സ്വാമിയായിട്ടുള്ള വ്യക്തി പറഞ്ഞയച്ചത്, ആ കാര്യം വളരെ ഭംഗിയായിട്ട് അയാളോട് പറയും. ആരോടാ പറയേണ്ടത് വെച്ചാൽ അയാളോട് പറയും. നീ പറഞ്ഞു എന്ന് മാത്രമല്ല, അതിന്റെ ശേഷം ഒന്ന് ആലോചിക്കും. ഇതിനാലോചിക്കണത് തന്നെ പറഞ്ഞയച്ച വ്യക്തി എന്തെങ്കിലും കാര്യങ്ങള് ഇദ്ദേഹത്തോട് സൂചിപ്പിക്കാനായിട്ട് മറന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് സ്വന്തം നിലയ്ക്ക് ആലോചിക്കും. ആലോചിച്ച് അങ്ങനെ എന്തെങ്കിലും മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെ ഇങ്ങനെ ഒരു കാര്യം കൂടിയും കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, സൂചിപ്പിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ എന്നെ പറഞ്ഞു വിട്ട സമയത്ത് അദ്ദേഹം അത് വിസ്മരിച്ചു എന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതും കൂടി അങ്ങ് അറിയണം എന്ന് സ്വന്തം നിലയ്ക്ക് പറഞ്ഞു ധരിപ്പിക്കും. എന്ന് വെച്ചാൽ പ്രത്യുൽപ്പന്ന മതിത്വത്തോടു കൂടി പെരുമാറും. ഓരോരുത്തർ വായ പൊളിക്കുക ഈ മത വാക്കൊക്കെ ആദ്യം കേൾക്കുകയാണ്. പ്രത്യുൽപ്പന്നം കണ്ടു അതിന്റെ വായ കൂടിയിട്ടില്ല. അത് കഴിക്കാനുള്ള സാധനം കേട്ടോ. വായ പൊളിച്ചിരിക്കണ്ട. പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറഞ്ഞാൽ എന്താ? വിവേകത്തോടു കൂടി പെരുമാറുക. അതും മനസ്സിലാക്കിയാവൂ. വേണ്ടത് വേണ്ട സമയത്ത് തോന്നുക, അത്രേ ഉള്ളൂ. അപ്പൊ പ്രത്യുൽപ്പന്ന മതിത്വത്തോടു കൂടി പെരുമാറുന്ന ദൂതനെയാണ് ഉത്തമനായിട്ടുള്ള ദൂതൻ എന്ന് പറയാം. അത് ആദ്യത്തെ വിഭാഗം. വളരെ അപൂർവമാണ് ഉത്തമന്മാരായിട്ടുള്ള ദൂതന്മാര്. വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ ഒരു 1000 എണ്ണത്തിനൊക്കെ എടുത്താൽ ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു പറയാം അതിന്റെ കൂട്ടത്തിൽ. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് ഉത്തമന്മാരായിട്ടുള്ള ദൂതന്മാരുടെ ലക്ഷം. ചിലതുണ്ടോ കേട്ടോ, പേരുണ്ടാവും ഉത്തമൻ. പേരെന്താ? ഉത്തമൻ. കാണിക്കുന്നത് മുഴുവൻ പന്തില്ലാത്ത. അങ്ങനെയായിട്ട് കാര്യമില്ല. പേരിൽ ഉത്തമനായിട്ട് കാര്യമില്ല. പിന്നെയോ പ്രവൃത്തിയിൽ അത് ഉണ്ടാവണം. അത് ആദ്യത്തെ വിഭാഗത്തിൽ പെട്ടത്. ഒന്നാമത്തെ വിഭാഗം അവരെയാണ് ദൗത്യത്തിന് ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്താ? മധ്യമന്മാരായിട്ടുള്ള ദൂതന്മാർ. മധ്യമൻ രണ്ടാമത്തത്. എന്താ? മധ്യമൻ. അക്ഷരത്തിന് വ്യത്യാസം ഉണ്ടോ കേട്ടോ, സംശയിക്കണ്ട. പറഞ്ഞപ്പോഴേ വായ പൊളിക്കുക. മധ്യമൻ എന്ന് പറഞ്ഞാൽ അക്ഷരത്തിന് മാറ്റം. മറ്റത് ഇവിടെ ഇതിലൊക്കെ ഉണ്ടാവും ഇറങ്ങി നടക്കണ വർഗങ്ങളെ. അങ്ങനെയുള്ളതിനെ നോക്കി അതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും. ഇതിന്റെ അകത്തേക്ക് കയറിയിരിക്കാം. ഓരോന്ന് ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അക്ഷര വ്യത്യാസമുണ്ട്. ഇതെന്താ പറഞ്ഞത്? മധ്യമൻ. മധ്യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിഭാഗത്തിന്റെ ഇടയിലുള്ളതിനെയാണല്ലോ മധ്യം എന്ന് പറയുക.
ഏതെങ്കിലും രണ്ട് വിഷയങ്ങളുടെ നടുക്കുള്ളതിനെയാണ് മധ്യം എന്ന് പറയുക. അപ്പോ ആ മധ്യമൻ പറഞ്ഞത് അപ്പൊ മൂന്നാമത് പറഞ്ഞ രണ്ടെന്ന് ഉറപ്പ് അവർ കഴിഞ്ഞു. അത് മധ്യമന്മാരായിട്ടുള്ള ദൂതന്മാർ എന്താ അവരുടെ സമ്പ്രദായം? ആ മധ്യമന്മാരായിട്ടുള്ള ദൂതന്മാരുടെ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് എവിടേക്കെങ്കിലും പറഞ്ഞാൽ ഇവിടെ വാ എന്നോടന്നെയാ പറയണത്, ഇവിടെ വാ, നീ എന്താ അങ്ങോട്ട് ഇവിടെ നോക്കണത്, നിങ്ങളുടെ അടുത്തേക്ക് വാ, ഒരു കാര്യം പറയാനാ. ഇവിടെ പറഞ്ഞ അനുസരണകളൊന്നുമില്ലേ? ഇത് മുമ്പേ കുട്ടി ഇങ്ങനെ തന്നെയാ ശീലിപ്പിക്കലേ. ആര് പറഞ്ഞാലും കേൾക്കരുത് കേട്ടോ എന്നുള്ളത് ശീലിപ്പിച്ചിട്ട് അവിടെ ഒരു വളർത്തല് തന്നെ. അല്ലെ കുറച്ച് കഴിയും, അല്ല അത് സ്ഥലത്തിന്റെ യോഗ്യതയും കൂടി കുറച്ചൊക്കെ ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രദേശത്തിന്റെ സമ്പ്രദായത്തിൽ ഏകദേശം മുമ്പ് മഹാനയമായിട്ടുള്ള പ്രദേശമായിരുന്നു കേട്ടോ. അതിന്റെ സമ്പ്രദായമൊക്കെ ആയിട്ട് മാറല് കഴിഞ്ഞു. അതിന്റെയാണ് എല്ലാവരും ഇങ്ങോട്ട് വാ കണ്ടു ഇങ്ങോട്ട് വിളിച്ചു പണ്ട് വിളിച്ചു. അതാണ് അതെ നീ ഒരു കാര്യം ചെയ്യേ, അവിടെ നീക്ക് നീക്ക് അവിടെ ഒരു കൈയിട്ട് നിൽക്കണോ. അയാളോട് പോയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞൊന്ന് പോയി പറഞ്ഞു പോവാ. ചെല്ല് ചെല്ല് വേഗം വേഗം അദ്ദേഹത്തോടനെ പറഞ്ഞോ ചെല്ല്. ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി പൊക്കോ. അതിനെ ഇവിടെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അത് അവിടെ പോയി ആരെയാ കാണുന്നത് വെച്ചാൽ അയാളെ കാണും. കണ്ട് എന്താ പറയേണ്ടത് വെച്ചാൽ വള്ളി പുള്ളി ദീർഘം സ്വർഗം വിടാതെ അത് മുഴുവൻ അങ്ങനെ പറ്റി പറഞ്ഞിട്ട് അതുപോലെ പറഞ്ഞോ നന്നായിട്ടോ. എന്താ പറഞ്ഞത്? എന്താ പറയണ്ടായത്? ഇന്ന കാര്യങ്ങളൊക്കെ അല്ലേ പറയാൻ പറഞ്ഞത്, അതൊക്കെ പറയാറുണ്ട്. അല്ല ഞാനൊരു 2 ദിവസം മുമ്പ് നിന്നോട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളും കൂടി പറയേണ്ടി വരുമ്പോൾ ഞാൻ പറയുകയുണ്ടായില്ലേ? ഉണ്ടായി ഉണ്ടായിണ്ടാവും. അതെന്തേ പറയാനത്? അല്ല അതിപ്പോ എന്നെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞയച്ചില്ലല്ലോ, എന്നോട് പ്രത്യേകം പറഞ്ഞില്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ആ പറഞ്ഞ കാര്യം അവിടെ പോയി പറയും. അല്ലാതെ കണ്ട് അവനവന്റെ സ്വന്തം നിലയ്ക്ക് ആലോചിച്ചോ ചിന്തിച്ചോ എന്തെങ്കിലും ഒരു കാര്യം പറയാന്നുള്ളത് അവർക്ക് ഒരു തരത്തിലും അവരത് ചെയ്യില്ല. പറഞ്ഞത് അവിടെ പോയി പറയാം, അത്രേ ഉള്ളൂ. മധ്യമനായിട്ടുള്ള ദൂതന്മാരുടെ ലക്ഷണം. അവരെയും കഷ്ടപക്ഷത്തിൽ ദൗത്യത്തിന് ഉപയോഗിക്കാം എന്നാണ് വെച്ചിട്ടുള്ളത്. കാര്യം കുറച്ച് ഭംഗിയാക്കി പറഞ്ഞ് മനസ്സിലാക്കി ഒരു വിടണം, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ദൂതന്മാര് മധ്യമന്മാര്. ഇനി മൂന്നാമത്തെ വിഭാഗം അധമന്മാരായിട്ടുള്ള ദൂതന്മാർ. അധമന്മാരെക്കാൾ ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വർഗം. കാരണം എന്താ? അവരെ പറഞ്ഞയച്ചിട്ട് ഒരു കാര്യം ചെയ്യാന്ന് മാത്രമല്ല, ആ എന്ത് കാര്യത്തിനാ പറഞ്ഞയക്കുന്നത് വെച്ചാൽ ആ കാര്യം പോലെയാണ്. ഞാൻ ഈ ആദ്യമേ പറയണ്ടല്ലോ, അധമനാണ് എന്നുള്ളത് നീ പ്രത്യേകിച്ച് പറയേണ്ടാച്ചിട്ടാവും അല്ലേ? ഇത് പൊക്കി പിടിക്കാൻ തന്നെ മനസ്സിലാവും ഏകദേശം. അവനവന് ഒരു തവണ ഞാൻ പറയുകയും കഴിഞ്ഞു, മതി അവസാനിപ്പിക്കൂ എന്നുള്ളത്. ഇനി അധമനാണ് എന്നുള്ളത് എല്ലാവരും കണ്ടോട്ടെ എന്നിട്ട് അതിങ്ങനെ പൊക്കി പിടിച്ചുള്ളത്. അതൊരു സമ്പ്രദായമല്ല, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത് ശേഷമുള്ളതാണ് ഇത് മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പറയാൻ എന്തെങ്കിലും വേണ്ടതുപോലെ എന്താ വെച്ചാൽ അത് വേണ്ടാന്ന് അങ്ങോട്ട് തോന്നും. അതുകൊണ്ടാണ് പറയണത് അവസാനിപ്പിച്ചോളുന്നത്. അപ്പോ അധമന്മാരുടെ സമ്പ്രദായം അത് എന്താ? അവരെ ഒരു കാര്യവും വേണ്ടതുപോലെ നടക്കാൻ സമ്മതിക്കില്ല. അത് ഈ തരക്കാരുടെ ഒരു സമ്പ്രദായ. കാരണം എന്താ? അവിടെ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ആൾക്കാരോട് ഇന്ന ആളോട് ഇന്നതായിട്ട് പറയണം എന്ന് പറഞ്ഞായിട്ട് പറഞ്ഞയച്ചാൽ പോണ്ട കേട്ടോ, പറയാൻ വേണ്ടിയിട്ടുള്ള പോക്കന്നെയാണ് പറഞ്ഞത്. ഏതാണ്ട് അങ്ങനെ പോയി അവിടെ പോയി പറയാനായിട്ടാ പോണ്ടാവുക. പക്ഷെ എന്താ ചെയ്യുക? പറയേണ്ട കാര്യമാവില്ല പറയുക. പിന്നെയോ ആ കാര്യം അപകടമാവാൻ വേണ്ടിയിട്ടുള്ളത് എത്രത്തോളം ഉണ്ടോ അതൊക്കെയാ പറയുണ്ടാവുക. ആ കാര്യം വേണ്ടതുപോലെ ആവണം എന്ന് ആരെങ്കിലും നിരീക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ കാര്യത്തിന് എത്രത്തോളം അപകടമാക്കാൻ പറ്റുമോ അത്ര അപകടം വിചാരിച്ചാല് ആ കാര്യം നേരെയാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെയാണ് അധമന്മാരായിട്ടുള്ള ദൂതന്മാര് എന്ന് പറയുക. 7 പ്രകാരത്തിലുണ്ട് എന്നാണ് പറയണത്. 7 പ്രകാരത്തില് അധമന്മാര്, 7 പ്രകാരത്തില്. അത് കൊള്ളരുതാത്തവന്മാരാണല്ലോ അധികം ഉണ്ടാവുക, ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ അപൂർവമായിരിക്കും. അപ്പൊ ഇങ്ങനെ 7 പ്രകാരത്തില് അധമന്മാരായിട്ടുള്ള ദൂതന്മാർ. അത് മുഴുവനൊന്നും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കണില്ല സുഗ്രീവ. കാരണം ഇപ്പൊ തന്നെ സുഗ്രീവൻ തുടങ്ങിയതാ. ഞാൻ ആദ്യം എന്നെ അങ്ങനെ വിളിക്കുകയെന്നാണ് ഇരിച്ചത്. കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ഇത് കാര്യം വേണ്ടത് മാത്രം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങി അങ്ങോട്ട് പോവാന്നാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ആ 3 പ്രകാരത്തില് ദൂതന്മാരുണ്ട്. അതില്
ഉത്തമനായിട്ടുള്ള ദൂതനെ വേണം ദൗത്യത്തിന് ഉപയോഗിക്കാൻ. ഇപ്പൊ ഇതിൽ ആരാ ഉത്തമനല്ലാത്തത്? നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഇതിലധികം ഉത്തമനാണെന്ന് അറിയില്ല. ഇങ്ങോട്ട് നോക്കിയാലും അതെ, അങ്ങോട്ട് നോക്കിയാലും അതെ, ഉത്തമന്മാരേ ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ളപ്പോ ആരാ ഉത്തമനല്ലാന്ന് തോന്നുക? നീ ഉത്തമനായിരിക്കാൻ മാത്രം പോരാ. ഉത്തമന്മാരായിട്ട് വാനര സൈന്യത്തിന്റെ ഇടയിൽ പലരും ഉണ്ട്. പക്ഷേ അത് മാത്രം പോരാ. പിന്നെയോ, പിന്നെയും ചില ഗുണങ്ങൾ ഉണ്ടാവണം. പിന്നെ എന്ത് ഗുണാ വേണ്ടത്? ബുദ്ധിദാന നിപുണനായിരിക്കണം ദുരൻ. ബുദ്ധിദാന നിപുണത്വം വേണം. ബുദ്ധിദാന നിപുണത്വം അതെന്തൊരു ധ്യാനാണ്? അങ്ങനെ ഒരു ധ്യാനത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ധ്യാനങ്ങൾ കേട്ടപ്പോ ഓരോരുത്തരും വേഗം വേണ്ടല്ലോ. അതെ, ഇവിടെ ഒന്നും കൊടുക്കില്ല കേട്ടോ. ധ്യാനം എന്ന് കേട്ടപ്പോ അവിടെ പാഞ്ഞു വരണ്ടേ, കിട്ടിയാൽ മേടിക്കാൻ തിരിച്ചിട്ടുണ്ടാവും. ഇവിടെ കൊടുക്കണ കാര്യമല്ല പറഞ്ഞത്. ബുദ്ധിധ്യാനം, അനവധി ധ്യാനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അനവധി ധ്യാനങ്ങള് പലതരത്തിലുള്ള ധ്യാനങ്ങളുണ്ട്. ഇതൊക്കെ പ്രധാനമായിട്ട് വസ്ത്രധ്യാനം. വസ്ത്രദാനം വെച്ച് കഴിഞ്ഞാൽ ഉടുക്കാൻ വസ്ത്രമില്ലാത്ത ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കുക. അതിനെയാണ് വസ്ത്രദാനം എന്ന് പറയാം. അപ്പൊ കണ്ടാൽ തോന്നും വസ്ത്രമൊക്കെ കൊടുക്കേണ്ടിയിരുന്നു തോന്നും. കാരണം ഒരു വിധമൊക്കെ അങ്ങനെയാണ്. കാരണം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ കട്ടേ ഇത്ര പരിങ്ങലായിട്ടുള്ളതാണോ ഉപയോഗിക്കുന്നത്? അതന്നെ 3-4 ഭാഗത്ത് കീറിയിട്ടുണ്ടല്ലോ, എന്നൊരു വസ്ത്രം കൊടുത്തേക്കാമെന്ന് തോന്നും. പക്ഷെ അതങ്ങനെയല്ല, അതങ്ങനെ ആവണം എന്ന് വിരിച്ച് ഉപയോഗിക്കണതുണ്ട് കേട്ടോ. അപ്പൊ വസ്ത്രം ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് വസ്ത്രം കൊടുക്കുക, അതിനെ വസ്ത്രദാനം എന്ന് പറയും. ഇനി അതല്ലാതെ കൊണ്ടുണ്ട് അനവധി ദാനങ്ങള്. ഗോദാനം, പശുദാനം, വിശേഷമായിട്ടുള്ളൊരു ദാനം പശുദാനം. എന്നാ ഈ പശുദാനം എന്ന് പറഞ്ഞാൽ സായുജ്യത്തിനായിട്ട് ചെയ്യണതാ പശുദാനം. സായുജ്യം വെച്ചാൽ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. അതാ ആർക്കും താല്പര്യം അറിയില്ല. മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പശുദാനം കഴിക്കുക വെച്ചാൽ ചിലർ പറയുകയല്ലേ ചെയ്യും. എന്താ കണ്ട മുഖത്തൊരു വല്ലായിക? എന്താ മുഖമല്ലാണ്ടിരിക്കണത്? ഒന്നുമില്ലടോ. എന്താച്ചാ പറഞ്ഞോളൂ. ഞാനും താനും തമ്മിലുള്ള വേണ്ടിയോണ്ട് ചോദിച്ചതാ. എന്താ കാര്യം പറയൂ. ഓ, അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. എന്താ അമ്മയുടെ കാര്യം? അമ്മയ്ക്ക് കുറച്ച് കാലമായി കിടപ്പാ. എത്ര കാലമായി? അയ്യോ, 2 സംവത്സരം. അത്രക്കൊക്കെ അയ്യോ. വൈദ്യനെ കാണിക്കുന്നുണ്ടായില്ലേ? ഓ, വൈദ്യനെ കാണിക്കുകയൊക്കെ ഉണ്ടായി. ഇത് വൈദ്യനെ എന്താ പറഞ്ഞത്? തിരിച്ചു കിട്ടില്ല. എന്തായാലും കിടക്ക് തന്നെ ഉണ്ടാവുള്ളൂ. തിരിച്ച് നീറ്റ് നടക്കലൊന്നും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. അങ്ങനെയോ? അപ്പൊ മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ എടോ, നീയിപ്പോ എന്തായാലും കിടക്കുകയാണ്. താനിപ്പോ അതിന് വിഷമിച്ചിട്ട് എന്താ? താടിക്ക് കൈ കൊടുത്തിരുന്നിട്ട് എന്താ കാര്യം? എടോ, അതല്ലേ. പിന്നെ ഫോണില്ല. അത്രേ ഉള്ളൂ. പോവാത്തതിന്റെ വിഷമാണല്ലേ? അത്രേ ഉള്ളൂ. അത് ഞാൻ വേണ്ടതുപോലെ ഉത്സാഹിക്കണ്ടോ? പോവാത്തതിനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ വേണ്ടതല്ലേ? അത് വേണ്ടതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കേട്ടാൽ ഒക്കെ ഭരിക്കും. എന്താണ് താൻ ആദ്യം വേണ്ടത്? ഉത്തമനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ കണ്ടുപിടിക്കുക. അതിലുത്തമനുണ്ടോ? വേണം. അല്ലാതെ കേട്ടോ, ഇത് വെറുതെ ഇങ്ങനെ അലങ്കാരത്തിന് കൊണ്ട് നടക്കും ചിലര്, മരത്തുമ്പോ വള്ളി ചുറ്റിയ പോലെ. അങ്ങനെയുണ്ട്. ഇത് കാണാൻ പാകത്തിന് അതിന്റെ 3 ഇഴ അതങ്ങോട്ട് ഭംഗിയായിട്ട് ആരെങ്കിലും കാണുന്ന സമയത്ത് ആ ഇഴയൊക്കെ ഇങ്ങോട്ട് നേരെയാക്കി അങ്ങോട്ട് വലിച്ചങ്ങോട്ട് വിട്ട് അങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് അവനവനോളം ചെന്നാൽ ഇത് ഊരി നേരെ മരത്തുമ്പിലങ്ങോട്ട് തൂക്ക് എന്നിട്ട് തുടങ്ങും. അങ്ങനെയുള്ളതുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരായിട്ട് കാര്യമില്ല. ജന്മം കൊണ്ട് ബ്രാഹ്മണനായിട്ട് കാര്യമില്ല. കർമ്മം കൊണ്ടും ഒരുപോലെ ആ ബ്രാഹ്മണ്യത്തിനെ മാനിച്ച് വേണ്ടതുപോലെ അതിന് വിധിയാമണ്ണമുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണ വളരെ യോഗ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ കണ്ടുപിടിക്കുക. എന്നിട്ട് അയാൾക്ക് വസ്ത്രപൂർവ്വമായിട്ട് ഒരു വസ്ത്രം ആ വസ്ത്രത്തില് കുറച്ച് എന്തെങ്കിലും ദ്രവ്യം വെച്ചാൽ മനസ്സിലായോ? ധനം അതെന്തെങ്കിലും താൻ ഉണ്ടാവിരിക്കുന്നത് വെച്ചാൽ അത് കണക്കാക്കി ആ വസ്ത്രത്തോട് കൂടിയിട്ട് അത് ആ ബ്രാഹ്മണന് ദാനം ചെയ്യുക. ഇന്ന ആളുടെ സായുജ്യത്തിന് വേണ്ടിയിട്ട് ഇത് ദാനം ചെയ്യണു എന്ന് കണക്കാക്കി താൻ ബ്രാഹ്മണന് കൊടുക്കുക. അത് കഴിഞ്ഞ് തൻ്റെ ഇന്നത്തെ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തുമ്പോഴേക്കും ഈ പറഞ്ഞാലുണ്ടല്ലോ പോയിട്ടുണ്ടോ? പരീക്ഷിച്ച് ജയിച്ച കാര്യം പറഞ്ഞത് ചിരിക്കുന്നുണ്ട്. വലിയ താമസമില്ലാന്ന് തോന്നണം. അവിടെ പോയാൽ ചിലപ്പോൾ വസ്ത്രമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും. അല്ലല്ല
അനവധി ആൾക്കാർ ശരിക്കും ഒരു വലിയ ആദ്യം അറിയണേ തോന്നുന്നുണ്ടേ. അതുകൊണ്ടാകും ചിലപ്പോ. അപ്പൊ നീ വലിയ താമസം ചെയ്യേണ്ട കുറച്ച് പശുദാനം കഴിയും ഇവിടെ അടുത്ത്. അപ്പൊ അത് സായുജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പശുദാനം. അങ്ങനെ വിശേഷമായിട്ടുള്ള ഒരു ദാനം എന്ന് പറയുന്നുണ്ട് പശുദാനത്തിന്. ഇനി അതല്ലാതെ ഉണ്ട് അനവധി ദാനങ്ങൾ. ഛായാദാനം, യാത്രാദാനം, തിലദാനം, ഇങ്ങനെ അനവധി ദാനങ്ങളെ പറ്റി കഴിഞ്ഞു. ഇനി വിശേഷമായിട്ടുള്ളൊരു ദാനം, എല്ലാവർക്കും തൃപ്തിയായിട്ടുള്ളൊരു ദാനം. എന്താണ് എല്ലാവർക്കും തൃപ്തിയായിട്ടുള്ള ദാനം? അയാളെ പൊന്നിനോട് ഒരു തൃപ്തിയില്ലാത്ത ഒരു മമത ഇല്ലാത്ത ആളാണ്. ആ തുടക്കം മുതൽ ഇരിക്കണതോ ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും തൃപ്തിയായിട്ടുള്ള ദാനം എന്താ? തന്നെ അന്നദാനം. കട്ടിച്ച് അത് പറയാറായി. അന്നദാനം അതെല്ലാവർക്കും തൃപ്തിയായിട്ടുള്ള ദാനം. ഇത് കഴിഞ്ഞൊരു വട്ടം ഉണ്ടാവില്ലേ? ഇല്ല കേട്ടോ. അതാണ് ഓരോരുത്തരും നീച്ചു പോണതേ. കാരണം എന്താ കണ്ടില്ലേ? അതുണ്ടെങ്കിൽ ഒരൊറ്റെണ്ണം പോവില്ല. ഒരൊറ്റെണ്ണം വലിയ ജനം വെറുതെ പറഞ്ഞാലും മതി. അതെ, ഇത് കഴിഞ്ഞാൽ ഒരു അന്നദാനം ഉണ്ട് കേട്ടോ, ആരും പോവരുത്. ഇത് കഴിഞ്ഞാലേ ഒരു അന്നദാനം നിശ്ചയിച്ചിട്ടുണ്ട്, ആരും പോവരുത്. പക്ഷെ ഒരു കാര്യം ഉണ്ട്, ഇത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ, മുമ്പേ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്? ഒറ്റെണ്ണം പോയി എല്ലാവരും ഉണ്ടാവും അവിടെ. കാരണം ഇത് കഴിക്കാൻ ചെയ്യാനോട്ടല്ല, പിന്നെയോ എന്താ അവനവൻ്റെ അവിടെ കഴിക്കാൻ ചെയ്യാനോട്ടല്ല, പിന്നെ എന്താ ഒരു ദിവസം അവനവൻ്റെ അവിടെ അരി ചെലവാവാണ്ടിരിക്കുക. അത് ആദ്യത്തെ കാര്യം. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവൃത്തി ഭാരം അത് കൂടാണ്ട് കഴിയാതെ വെച്ചു കഴിഞ്ഞാൽ വലിയ സമാധാനമാണ്. കാരണം ഒന്നും ചെയ്യണ്ട. ക്രാങ്ങളൊന്നും ചോദിക്കും, അമ്മേ വിഷ്ണു, അമ്മേ എന്ത് വിഷ്ണു അവൻ കൂടി ചെന്ന് അവിടെ അന്നദാനം പറഞ്ഞ അങ്ങനെ ആക്കിയാൽ കാര്യം കഴിഞ്ഞു. അപ്പോ അത് വിശേഷമായിട്ടുള്ള ദാനമായിട്ട് അന്നദാനത്തിന് എല്ലാവരും പറയുന്നത്. സത്യത്തിൽ ഇത് എങ്ങനെയാണ് വിശേഷമായിട്ടുള്ള ദാനം ആവുന്നത്? അന്നദാനം കഴിക്കാൻ അന്നദാനം ദാനമാവുന്നത് അത് ഭക്ഷണം കഴിക്കാൻ അവസ്ഥയില്ലാത്തവന് കൊടുക്കുമ്പോഴാണ് അത് മഹാദാനമായിട്ട് മാറുന്നത്. അല്ലാതെ 3 നേരത്തിന് 6 നേരം കഴിച്ചിരിക്കുന്ന ആൾക്ക് ഒരു നേരം അന്നദാനമായിട്ട് കൊടുത്തു വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പറയുമ്പോ പറയും ചെയ്യുന്ന അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, പ്രസാദം. എന്ത് പ്രസാദം? ആർക്കാ പ്രസാദം? ഈ കഴിക്കണവന് കഴിച്ചു കഴിഞ്ഞാൽ വല്ല പ്രസാദം ഉണ്ടായിന്നുള്ളതല്ലാതെയുണ്ട്. അതുകൊണ്ട് ഒരു പ്രസാദം ഉണ്ടാവണമല്ല. അപ്പോ അങ്ങനെ അത് മഹാദാനമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള ദാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരാളും ഈ ദാനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. എന്താ? ബുദ്ധിദാനം. ഒരാളും പറഞ്ഞിട്ടില്ല. നീ ബുദ്ധി മേടിക്കാൻ വന്നതാ? ഇങ്ങോട്ട് നോക്കേ, ബുദ്ധി മേടിക്കാൻ വന്നതാണോ നീ? ബുദ്ധി മേടിക്കാൻ നീ ബുദ്ധി മേടിക്കാൻ വന്നതാ? ബുദ്ധി മേടിക്കാൻ വന്നതാണോ? ബുദ്ധി വേണമെന്ന് മോഹമില്ലേ നിനക്ക്? ഇല്ലേ? ബുദ്ധി വേണ്ടേ? വേണമെന്നോ വേണ്ടാന്നോ എന്താ പറയണത്? നന്നായി ബുദ്ധി വേണം അല്ലേ? ബുദ്ധി മേടിക്കാൻ പാത്രം കൊടുക്കണോ? ബുദ്ധി മേടിക്കാൻ നീ പാത്രം കൊടുക്കണ്ടോന്നാ? ഇല്ല. ആരാ അവിടെ ആ ബുദ്ധിയുടെ പാത്രം കൊണ്ട് കൊണ്ടുവരും? ബുദ്ധിയുടെ പാത്രം. അതെ, ബുദ്ധി മേടിക്കാൻ പാത്രം ഇല്ലല്ലോ. ഇതിനൊന്നും ബുദ്ധി വേണ്ടാത്ത വേണ്ടെങ്കിൽ പോകണം. അതെ, നിനക്ക് വേണ്ടേ ബുദ്ധി? ഇവിടെ നോക്കാൻ ബുദ്ധി വേണ്ടേ? നന്നായി കേട്ടോ. ഒരു കാര്യം ചെയ്യേ, പാത്രം കൊടുത്തില്ലല്ലോ, ആ ഉടുത്തത് ഇവിടെ അഴിച്ചോ. ഉടുത്ത വസ്ത്രേ അതിവിടെ അഴിച്ചോളാം. അതിലേക്ക് അതേ അടിയിൽ കഴിക്കരുത് കേട്ടോ. അഴിക്കുമ്പോ മുകളൊക്കെ അഴിക്കാവൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ആ വസ്ത്രത്തിന്റെ തലേ അതിങ്ങനെ കുഴിച്ച് കാണിക്കേ. ഇങ്ങനെ കാണിക്കേ, ഇങ്ങനെ കാണിക്കേ. അതിലേക്ക് തരാം. സംശയിക്കണ്ട, അത് വലിച്ചാൽ നീളണതാണ്. ഇങ്ങനെ കാട്ടിക്കോ. ഇങ്ങനെ കാണിക്കേ. അങ്ങനെ. അല്ലെങ്കിൽ വേണം ഒരു കാര്യം, ആ കൈ ഇങ്ങനെ നീട്ടി കാണിക്കേ. കൈ നീട്ടി കാണിക്കേ. കൈ ഇങ്ങനെ നീക്ക, ഇങ്ങനെ നീക്ക. അങ്ങനെ കൈ പൊക്കി മേപ്പട്ടേക്ക് പൊക്കാൻ കയ്യേ. എന്നിട്ട് ഇങ്ങോട്ട് കാണിക്കേ. നന്നായി. പോരെ, കുറച്ചുകൂടി ആയിക്കോട്ടെ. സന്തോഷമായില്ലേ? കേട്ടോ? ഈ തുടക്കത്തിലേ സംശയം തോന്നിയിട്ടുണ്ട്, കുറച്ച് കട്ടിയാണോ എന്നുള്ളത്. ബുദ്ധി വേണമെന്ന് മോഹല്ലേ എനിക്ക്? വയറ് ഇങ്ങനെ നേരത്തെ നോക്കി വയറ് നന്നായി. ഇറങ്ങിക്കോളും, നീ ഉണ്ടായിക്കോളും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ബുദ്ധി പാത്രത്തിലേക്ക് ആക്കി കൊടുത്തു, അല്ലെങ്കിൽ ബുദ്ധി വായയിലേക്ക് ഒഴിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ആരും പറഞ്ഞു വെക്കില്ല. കാരണം എന്താ? ബുദ്ധി ഒരു വിശേഷ പദാർത്ഥമല്ല.
ഒരാൾക്ക് അത് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാനോ വയലിക്ക് ഒഴിച്ചു കൊടുക്കാനോ ഒന്നും സാധിക്കുന്ന ഒരു വിശേഷ പദാർത്ഥമല്ല. അപ്പൊ ബുദ്ധിദാനം എന്ന് പറയുന്നത് ദാനം ചെയ്യാമെങ്കിൽ രൂപമുള്ള ഒരു സാധനത്തിനല്ലേ ദാനം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണെങ്കിൽ അങ്ങനെയല്ല. ബുദ്ധിദാനം ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവനെ, വിവേകമില്ലാത്തവനെ, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാത്തവനെ വേണ്ടതുപോലെ ഗുണദോഷ വിചാരം ചെയ്ത് അവനെ വേണ്ടത് മനസ്സിലാക്കി കൊടുക്കും. ഗുണദോഷ വിചാരം ചെയ്യാം എന്ന് വെച്ചാൽ ഗുണം പറയണ്ട, ദോഷം കുറെ നേരമായില്ല ഇവിടെ തുടങ്ങിയിട്ട്. കാര്യം നേരാക്കിയാണ്. ഇനി ഇവിടെ എന്തെങ്കിലും ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിലാണ് ഇവിടെ എല്ലാവരും ചോദിക്കാനും പറയാനും ഞാൻ തിരിച്ചു. ഇതിനെയാണ് ഗുണദോഷിക്കാന്ന് പറയും. ഇനി എവിടെ പോയാലും ഒന്നും മനസ്സിലാക്കും. അതാണ് ഗുണദോഷിക്കുക. ഗുണം പറയേണ്ട കാര്യമില്ല, ദോഷഭാഗം ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. ഈ തരത്തിൽ പെട്ടതിനെയൊക്കെ ഗുണദോഷിച്ച് നേരെയാക്കാം. കാരണം എന്താ, പ്രായം അതാണ്. ഗുണദോഷിക്കാൻ പറ്റും. അതിനെയൊക്കെ ഗുണദോഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം എന്താ, ആ തരത്തിലുള്ളതിനും ഗുണദോഷിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പ്രായം ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് എത്രത്തോളം അങ്കിട് കിട്ടുന്ന എണ്ണിയാൽ മതി. അങ്ങനെ ഒരു ഗുണദോഷിച്ചിട്ട് പ്രായം കൊണ്ട് എത്തിയവരെ ഗുണദോഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആരെയാ ഗുണദോഷിക്കേണ്ടത്? വേറെ ആരെയല്ല, രാക്ഷസരാജിയാവ് രാവണനെയാണ്. രാവണനാരാ? രാക്ഷസമുഖ്യൻ. രാക്ഷസമുഖ്യനായിട്ടുള്ള ആ രാവണനെ ഗുണദോഷിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നാൽ എന്താണാവുക? മുഖ്യനെ ഗുണദോഷിക്കാൻ പോയവരുടെ കഥ അറിയാലോ. ഗുണദോഷിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നാൽ എന്താണ്? അപ്പ പറയും കടക്ക് പുറത്ത് എന്ന് അപ്പ പറയും. അതാണ് മുഖ്യന്റെ സമ്പ്രദായം. അപ്പൊ അത് രാക്ഷസ മുഖ്യനാ. അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ സമയത്തും എന്തുണ്ടാവും? ചന്ദ്രഹാസം ഉണ്ടാവും. ആ ചന്ദ്രഹാസം എടുക്കും കൊടക്കും ഒരു വെട്ട്. ഇത് കടക്ക് പുറത്തുനിന്ന് പറയലേ ഉണ്ടാവില്ല, പറയലല്ല ഉണ്ടാവുക. ആ ചന്ദ്രഹാസം കൊണ്ട് ആ ഗുണദോഷിക്കാൻ വന്നവന്റെ ശിരസ അവിടെ എടുക്കുക ചെയ്യും. അപ്പൊ എന്ത് വേണം? അപ്പൊ പറഞ്ഞയക്കുമ്പോ ശൗര്യാദി ഗുണങ്ങളും കൂടി ഉള്ളവരെ നോക്കിയിട്ട് വേണം പറഞ്ഞയക്കാൻ. അപ്പോ ആ രാക്ഷസരാജാവായിരിക്കുന്ന രാവണനെ ഗുണദോഷിക്കാനായിട്ടാണ് ദൂതനെ പറഞ്ഞയക്കുക എന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ വേണം? ഉത്തമനായിട്ടുള്ള ദൂതനായിരിക്കണം, ബുദ്ധിദാന നിപുണത്വം ഉണ്ടാവണം, അതേപോലെ ശൗര്യാദി ഗുണങ്ങളും ഉണ്ടാവണം. നമ്മുടെ ഇടയിൽ ആരാ അതിന് പറ്റിയത്? സുഗ്രീവ ആരാ അതിന് പറ്റിയത്? ആരും ഇല്ല. ഇത്രയും ഗുണങ്ങളുള്ളവരാരും ഇല്ല എന്നാണ് പറയുന്നത്. സുഗ്രീവൻ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ പറയട്ടെ. സുഗ്രീവൻ ഇരിക്കണത് എന്താ? ഹനുമാനെ പറഞ്ഞയക്കാന്നല്ലേ? എനിക്ക് തോന്നായല്ല. കാരണം എന്താ? ഹനുമാൻ ഇതിനൊക്കെ പ്രാപ്തിയുള്ള ആളാണ്. മാത്രല്ല ലങ്കാരാജധാനിയിൽ മുമ്പ് പോയി പരിചയമുണ്ട്. അങ്ങനെയുള്ള ആ ഹനുമാനെ ഇനി ഒരു തവണയും കൂടി ദൂതനായിട്ട് ലങ്കാരാജധാനിയിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചാൽ എന്താണാവുക? ഹനുമാൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ആ ലങ്കാരാജധാനിയിലുള്ള രാക്ഷസന്മാരും രാക്ഷസികളും അങ്ങോട്ട് നോക്കുക. ആരാ കൈകെട്ടി നിൽക്കുന്നത്? ഏതോ ഒരു പരിങ്ങനെ അവിടെ വന്ന് കൈകെട്ടി നിൽക്കണല്ലോ. എന്റെ മുഖത്തൊക്കെ അല്ല, അങ്ങോട്ട് നോക്കുക. ആരാ? എടോ മനസ്സിലായില്ല, അതാണ് ഹനുമാൻ. എന്റെ മുഖത്തേക്ക് അല്ല, ഇത് അവിടെ കൈകെട്ടി നിൽക്കണോ? അതാണ് ഹനുമാൻ. അതോ എടോ ഹനുമാൻ മനസ്സിലായില്ല. എടോ മുമ്പ് ഒരു പരിങ്ങൻ ആ സമുദ്രം ചാടിക്കിടന്ന് ഇവിടെ വന്ന് ഈ ലങ്കാരാജധാനി മുഴുവൻ ചുട്ടു പൊള്ളി വെച്ചപ്പെടുന്ന അങ്ങനെ തന്നെ ചാടിപ്പോയില്ലേ? ആ പരിങ്ങനാണ് ഈ പരിങ്ങൻ. അവന്റെ പേരാണ് ഹനുമാൻ. അതാ ഇവരെന്തിനാ വന്നിട്ടുള്ളത്? അവൻ ദൗത്യത്തിന് വേണ്ടി വന്നിട്ടുള്ളതാ. ദൗത്യച്ചാൽ അവന്റെ സ്വാമി ആ രാമന് നമ്മുടെ ആ രാവണസ്വാമിയോട് എന്തോ അറിയിക്കാണ്ടത്രേ. അതിന് വേണ്ടിയിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. മുമ്പ് വന്നതോ? മുമ്പ് അത് തന്നെയാ വന്നത്. എടോ ഞാൻ അറിയാത്തോട് ചോദിക്കുക, ഈ രാക്ഷസന്മാരുടെ ഇടയിൽ ഈ ഹനുമാനല്ലാതെ ദൗത്യത്തിന് പറ്റുന്ന വേറെ പരിങ്ങന്മാരൊന്നും ഇല്ലേ? ഇല്ലടോ. ആ പരിങ്ങന്മാരെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കാം, മരത്തിന്റെ കൊമ്പത്ത് കയറാം, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാര്യപ്രാപ്തി ഉള്ളത് ഈ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അവനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു പരിങ്ങനേ ഉള്ളൂ. അവിടെ ഹനുമാൻ എന്നാണ് അവന്റെ പേര്. അതുകൊണ്ടാണ് അവൻ എങ്ങനെ ഇടയ്ക്ക് ദൗത്യത്തിനായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതെയോ? ഈ വാനരന്മാരൊക്കെ വളരാത്തവന്മാരാണ്, അതിനൊന്നും ദൗത്യത്തിനൊന്നും പറ്റുന്നവരാരും ഇല്ല എന്ന് ആ രാക്ഷസന്മാർക്ക് തോന്നാൻ വിരോധമില്ല. ഹനുമാനെ ഒരു തവണയും കൂടി പറഞ്ഞേച്ചാൽ. അതുകൊണ്ടാണ് ഹനുമാനെ പറഞ്ഞയക്കരുത് എന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായോ സുഗ്രീവ? ഇനി ആരെയാ പറഞ്ഞയക്കേണ്ടത് എന്നല്ലേ അത് ഞാൻ മനസ്സിലാക്കിയത്. ആരെയാ പറഞ്ഞയക്കേണ്ടത് ദൗത്യത്തിനായിട്ട്? ദൗത്യത്തിന് പറഞ്ഞയക്കേണ്ടത് വേറെ ആരല്ല, അംഗദൻ പോട്ടെ.
അക്ഷരാജാവായിരിക്കുന്ന രാവണന്റെ സമീപത്തിങ്കിലേക്ക് അങ്കദനെ വേണം ദൂതനായിട്ട് പറഞ്ഞു. ഇത് അങ്കദനെ പറഞ്ഞയക്കാൻ കാരണം അല്ലേ? അതിന് കാരണമുണ്ട്. അങ്കദൻ ആരാ? വാനരന്മാരുടെ മുഴുവൻ യുവരാജാവാണ്. അതുകൊണ്ട് എന്താ കാര്യം? ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കുമ്പോ, ഒരാളെ ദൗത്യത്തിന് വേണ്ടി നിശ്ചയിച്ച് പറഞ്ഞയക്കുമ്പോ ആ പറഞ്ഞയക്കുന്ന വ്യക്തിക്ക് ചില യോഗ്യതകൾ ഉണ്ടാവണം. ആരെ കാണാൻ പോണത് വെച്ചാൽ ആ കാണാൻ പോകുന്ന വ്യക്തിയോളം തന്നെ യോഗ്യത കാണാനായിട്ട് പോകുന്നവരും പറഞ്ഞു. അതാണ് ഇവിടെ ആരെ കാണാൻ പോണത്? രാക്ഷസരാജാവിന്. ആരാ പോണത്? വാനര യുവരാജാവ്. അപ്പൊ സ്ഥാനം കൊണ്ട് സമത്വം അതിനും കൂടി വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചുള്ളത്. അപ്പൊ രാക്ഷസരാജാവിനെ കാണാൻ വേണ്ടിയിട്ട് വാനര യുവരാജാവിനെ ആണ് പറഞ്ഞയക്കുന്നത്. ഇനി അത് മാത്രമല്ല, വേറെ ഉണ്ട് ചില ഗുണങ്ങൾ. ആർക്കാ? അങ്കദന്. അങ്കദന് എന്താ വേറെ ഗുണമുള്ളതാണെങ്കിൽ വേറെ ചില യോഗ്യതകൾ എന്ന് വേണം പറയാം. എന്താ യോഗ്യത? ബാലിപുത്രനാണ് അങ്കദൻ. ബാലിയുടെ പുത്രനാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ വലിയ യോഗ്യതയുള്ളത്? ബാലിപുത്രനാണെന്നുള്ളതുകൊണ്ട് എന്താ യോഗ്യത? ഓ, ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഓരോന്നിന്റെ പുത്രന്മാരല്ലേ? ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പുത്രനായിട്ടല്ലേ ജനിക്കാൻ പറ്റുമോ? അതിനോടൊന്നും ചോദിച്ചു നോക്കൂ. ഇപ്പൊ ചിലപ്പോ ഉണ്ടോന്ന് സംശയമാണോ? എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും, ഉറപ്പാ. ഇതിനോട് ചോദിച്ചാൽ അതിനുണ്ടാവും, അതിനോട് ചോദിച്ചാൽ അതിനുണ്ടാവും, മറ്റതിനോട് ചോദിച്ചാൽ അതിനും ഉണ്ടാവും, വേറെ ചിലതിനോട് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോ ഉണ്ടായിക്കോളന്നില്ല. അപ്പൊ ആരായാലും എടുക്കുക, ജനിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷാകർത്താക്കൾ ഉണ്ടായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഇതിന്റെ സമ്പ്രദായം. അല്ലാതെ ഉണ്ടാവില്ല. ജനിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് എന്താ ആ അങ്കദന് മാത്രം പ്രത്യേകത? ബാലിയുടെ പുത്രനാണെന്ന് പറയാൻ എന്താ കാരണം? ഏതെങ്കിലും ഒന്നിന്റെ പുത്രനായിട്ടല്ലേ ജനിക്കുക. അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രത്യേകത എന്നാണെങ്കിൽ പ്രത്യേകത ഇല്ല. അതെന്താ? രാക്ഷസരാജാവ് രാവണന് ത്രൈലോക്യത്തില് ആരെയും ഭയമില്ല, ഒരാളെയും പേടിയില്ല. കണ്ടു? അതിന് ഒരാളെയും പേടിയില്ല കേട്ടോ. ഇപ്പൊ തന്നെ അത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ അത് കഴിക്കുക നോക്കൂ. കണ്ടു? എന്താ അതിന്റെ ശബ്ദം? ഒരാളെയും പേടിയില്ല, ഒരാളെയും പേടിയില്ല. അത് അതിന്റെ കുറിച്ചല്ല, ഉടമസ്ഥന്മാരെയാണ് പറയുക. ഇപ്പൊ തന്നെ എങ്ങനെയാണ് ശീലിപ്പിക്കുന്നത്? എന്തെങ്കിലും പന്തില്ലാത്തത് കണ്ടാൽ ഉപദേശിക്കില്ല. നന്നായിട്ടോ, നന്നായി, ഒന്നുകൂടി നീയേ എന്തെങ്കിലും എറിഞ്ഞ് പൊട്ടിക്കുക, നന്നായി, അപ്പുറത്തുള്ളതും കൂടി പൊട്ടിക്കേ പറയും. അപ്പൊ എന്താ, അങ്ങനെ കുറച്ചങ്ങട് കഴിഞ്ഞാൽ ഇനി പറഞ്ഞവരുടെ തലയാവും, പൊട്ടിക്കാനൊന്നും കിട്ടാണ്ടേ ഉള്ളു. അപ്പൊ അങ്ങനെയുള്ളതുണ്ട്. അപ്പൊ അതേപോലെ രാക്ഷസരാജാവ് രാവണൻ ഒരാളെയും ഭയപ്പെട്ട് ജീവിച്ചവനല്ല. അപ്പൊ അങ്ങനെയുള്ള രാവണനോട് ബാലിന്ന് മുഴുവൻ പറയണ്ട, ബാലങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും അയ്യോ എവിടെ എവിടെ ബാലി, എവിടെ എവിടെ. അങ്ങനെന്താ രാവണന്റെ ശൗര്യം അത് തുടയുമ്പോ ബാലിനോട് കേട്ടാലേ അത്രക്കുണ്ട് ബാലിയോടുള്ള ഭയം. എന്താ കാരണം? വേറൊന്നുമല്ല, രാക്ഷസരാജാവ് രാവണന് ബാലിയുടെ വാലില് അനവധി കാലം ബന്ധനസ്ഥനായിട്ട് കിടക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട്. ബാലിയുടെ വാലില് കയ്യും കാലും ഒക്കെ ബന്ധിച്ച് അവിടെ കിടക്കേണ്ടതായിട്ട് അനവധി കാലം. അവസാനം ബാലി തന്നെ നിരീക്കേണ്ടി വന്നു. രാവണനെ ആ ബന്ധനത്തിന്റെ നിന്ന് മോചിപ്പിക്കാൻ ബാലി തന്നെ വിചാരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ബാലിന്നങ്ങോട്ട് കേട്ടാൽ രാവണൻ കിട്ടാതെ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ആ ബാലിയുടെ പുത്രനാണ് ദൗത്യത്തിന് വരണത് എന്ന് കേട്ടാൽ ബാലിയല്ല, ബാലിയോടുള്ള ഭയം ഉണ്ടായില്ല വെച്ചാലും ചെറുതായിട്ടുള്ള ഒരു ബഹുമാനെങ്കിലും ഉണ്ടാവും. എന്താ ബാലിയുടെ പുത്രനോ? ഇരുന്നോടത്തൊന്നും എണീക്കണ്ടു, ചേട്ടപ്പണിക്ക് എണീറ്റു. ആണ് ബാലിയുടെ പുത്രനാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇരുന്നോടത്തൊന്നും എണീക്കെങ്കിലും ചെയ്യും, ഭയം കാരണം. രാക്ഷസരാജാവ് രാവണൻ അതാണ് ബാലിപുത്രനായിരിക്കുന്ന ഗദൻ പോട്ടെ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ബാലിപുത്രനായിരിക്കുന്ന അങ്കദനെ വേണം ദൂതനായിട്ട് പറഞ്ഞേക്കാൻ. ഓ, ബാലിപുത്രനായിരിക്കുന്ന അങ്കദനെ ദൂതനായിട്ട് പറഞ്ഞേക്കാം. ഇനി ആ അങ്കദൻ അവിടെ ചെന്ന് എന്താ പറയുന്നത്? ദൗത്യമായിട്ട് എന്താണ് പറയുന്നത്? അതും കൂടി പറഞ്ഞേക്കണല്ലോ. ദൂതായിട്ട് എന്താ അറിയിക്കേണ്ടത്? രാക്ഷസരാജാവ് രാവണനോട് എന്താ പറയേണ്ടത്? അത് വേറൊന്നുമല്ല, ആ പറയേണ്ട കാര്യവും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. സുഗ്രീവ
പൗലസ്ത്യന്റെ ഹിതത്തെ പറയണം. രാക്ഷസരാജാവ് രാവണന്റെ ഹിതത്തിനെ പറയണം. രാവണന്റെ ഹിതം. രാവണന്റെ ഹിതം പറയുകച്ചാൽ എന്താ രാവണന്റെ ഹിതം? രാവണ രാവണ നോക്കൂ, രാവണനെ എവിടേക്ക് നോക്കിയിരിക്കട്ടോ. എന്താ രാവണ കാണിക്കണത്? കണ്ടു? അതിപ്പോ തന്നെ കട്ടിച്ച് നേരെയാവാനുള്ളതാട്ടോ. ഇപ്പൊ തന്നെ അത് കയ്യിലേക്ക് എടുത്ത് കൊടുക്കുക. എങ്ങനെയെങ്കിലും നശിച്ചു പോകാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ഒരു നോക്കുക. ഏതായാലും രാവണ എന്താ അവിടെ നോക്കണത്? ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ഇങ്ങോട്ട് മുഖത്തേക്ക് നോക്കൂ. നോക്കൂ, അതിനൊരു ഭാവ വ്യത്യാസവും ഇല്ല. പറ്റിയ പോലെയാണ് ഇവിടെ. ഇതൊക്കെ ഇതിന്റെ മുമ്പിൽ ഇരുന്ന് വേണോ? എന്നാ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ട് ആയിക്കൂടെ? ശേഷമുള്ളവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അത് എടുത്തു വെക്കുക, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോവുക. രാവണ അത് നോക്കണ്ടാട്ടോ, ഞാൻ തന്നോടാ പറയണത്. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. രാവണനോട് എന്താ പറയാൻ കാരണം വെച്ചാലേ ഇങ്ങോട്ട് നോക്കൂ, രാവണൻ എന്ത് കാട്ടിയതൊരു കൗതുകണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നോക്കൂ നോക്കൂ, ഇതേ കണ്ടു? ആ കയ്യെ ആ ഇരിക്കണേരുമ്പോ പിടിക്കുമ്പോ അതിനൊരു ഭംഗിയുണ്ട് കേട്ടോ. എന്തൊരു കൗതുക കാണാൻ. ആ കൈ രണ്ട് ആ കൈ ഇപ്പൊ അതിന്റെ മുകളിലേക്ക് വെച്ചു. അത് നല്ല രസം കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. രാവണ അപ്പൊ അടുത്തൊരു കാര്യം ചെയ്യണ്ടായിരുന്നു. അപ്പൊ അടുത്ത അധികം കാലമൊന്നും ആയിട്ടില്ല. ആ രാമന്റെ ഭാര്യ സീത നോക്കൂ, അറിയാത്ത പോലെ മേപ്പോട്ട് നോക്കുക. നന്നായിട്ടോ, അങ്ങനെ തന്നെയാ വേണ്ടത്. അന്യന്റെ ഭാര്യയിലാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതെ, ഞാൻ വേറൊരു കാര്യം പറയാം. നോക്കൂ, ഇവിടെ നോക്കൂ. ആ ലക്ഷ്മണനെ അറിയില്ലേ, രാമന്റെ സഹോദരൻ? അയാൾക്കുണ്ട് അത്ര ഒരു ഭാര്യ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഒന്ന് അത്രയണം വരെ ചെന്നിട്ട് ആ ലക്ഷ്മണന്റെ ഭാര്യയെ കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുവരാം. എന്നിട്ട് നോക്കൂ, ഒരു ഭാഗത്ത് രാമന്റെ ഭാര്യ, മറ്റേ ഭാഗത്ത് ലക്ഷ്മണന്റെ ഭാര്യ. നോക്കൂ, നടുക്ക് രാവണൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നടുക്ക് രണ്ട് ഭാഗത്ത് ലക്ഷ്മണന്റെ ഭാര്യയും രാമന്റെ ഭാര്യയും, നടുക്ക് രാവണൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാവില്ലേ രാക്ഷസരാജാവ് രാവണന് ഹിതം? ഇത് ഹിതമല്ല, ഇതിനെ ഹിതം എന്ന് പറയില്ല. ഇതെന്താ? ഇത് പ്രിയം പറയല. രാവണനെ പ്രിയായിട്ടുള്ളത് പറയുക എന്നാണ് ഇതിനെ പറയുക. പ്രിയം പറയലല്ല വേണ്ടത്. പിന്നെയോ ഹിതം പറയുക വേണ്ടത്. ഹിതം പറയുകച്ചാൽ പ്രിയം പറയല് താല്പര്യമുള്ളത് പറയല. ഹിതം പറയുകച്ചാൽ ശ്രേയസ്കരമായിട്ടുള്ള കാര്യം പറയുക. ശ്രേയസ്കരച്ചാൽ മേൽക്കൊണ്ട് ഗുണോത്കർഷങ്ങൾ വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയുക. അതിനെയാണ് ഹിതം പറയുക എന്ന് പറയാം. ഒരാൾക്കും ഹിതം പറയണത് ഇഷ്ടമല്ല. ഒക്കെ പ്രിയം പറയണ ആൾക്കാരേ ഉള്ളൂ. ഇപ്പൊ മുഷിഞ്ഞുണ്ടാവും, അത് പറഞ്ഞു കേട്ടപ്പോ മുഷിഞ്ഞുണ്ടാവും. മുഷിഞ്ഞോണ്ട് കാര്യമില്ലോ. ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്കത് മുഖം നോക്കാണ്ട് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആരോഗ്യം നോക്കിയിട്ട് ഒരു വിരോധവും ചെയ്യാൻ തോന്നിക്കോളൂ, ഒരു പ്രയാസമില്ല. അപ്പോ ഹിതം പറയലാണ് വേണ്ടത്. ഹിതം പറയാച്ചാൽ ശ്രേയസ്കരമായിട്ടുള്ള കാര്യം. നാളെ അത് ആ വ്യക്തിക്ക് ശ്രേയസ് ഉണ്ടാക്കി തീർക്കണതായിട്ടുള്ള കാര്യം. ഇവിടെ ആർക്കാ ശ്രേയസ് ഉണ്ടാവുന്നത്? രാക്ഷസരാജാവ് രാവണനാണ് ശ്രേയസ് ഉണ്ടാവുന്നത്. എന്താ രാവണന്റെ ശ്രേയസ്? രാവണന്റെ ശ്രേയസ് വെച്ചാൽ രാവണന്റെ മാത്രം ശ്രേയസല്ല, രാവണൻ രാക്ഷസ ചക്രവർത്തിയാണ്. അതുകൊണ്ട് രാക്ഷസന്മാർക്ക് മുഴുവൻ ശ്രേയസ്കരായിട്ടുള്ള കാര്യം, രാവണപക്ഷപാതികൾക്ക് മുഴുവൻ ശ്രേയസ്കരായിട്ടുള്ള കാര്യം വേണം പറയാൻ. ഒരു ഭരണാധികാരിയാകുമ്പോ അദ്ദേഹത്തിന് വേണ്ടതായിട്ടൊരു കാര്യം ഉപദേശിച്ചു കൊടുക്കാച്ചാൽ ആ ഉപദേശം കൊണ്ട് പ്രജകൾക്ക് മുഴുവൻ യോഗ്യത ഉണ്ടാവണം, പ്രജകൾക്ക് മുഴുവൻ ഗുണമുണ്ടാവണം. ഇവിടെ രാക്ഷസരാജാവ് രാവണന്റെ ശ്രേയസ് എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരുടെ മുഴുവൻ ശ്രേയസ. അതെന്താ? രാക്ഷസന്മാർക്ക് മുഴുവൻ ശ്രേയസ് ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യം എന്താണെങ്കിൽ സീതാ പരിത്യജ്യതാം, സീത പരിത്യജിക്കപ്പെടണം, സീതയെ ഉപേക്ഷിക്കണം, സീതയെ ഉപേക്ഷിക്കുക. അതാണ് രാവണന് ശ്രേയസ്കരായിട്ടുള്ള കാര്യം. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. സമയമായി, ഉപേക്ഷിക്കാനുള്ള സമയമായി. കുറച്ചുനായി നോക്കി ഇനി ഇരുന്ന അബദ്ധം കണ്ടപ്പോൾ നിൽക്കും. ഉപേക്ഷിക്കാനുള്ള സമയമായി ഉണ്ടാക്കിയിട്ട് പോയതാ. അപ്പോ ഉപേക്ഷിക്കാനാണ് അടുത്ത ഇതൊക്കെ അതാണ് സമയമില്ല പുറപ്പെടുന്ന ആൾക്കാരാ. അപ്പൊ ഉപേക്ഷിക്കുക എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, സീതയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ? രാവണൻ വളരെ മോഹിച്ച് താല്പര്യത്തോട് കൂടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ സീതയെ. അപ്പൊ അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കില്ല. ഓനെ കൊണ്ടുവന്നു. സീതയെ ഇവിടെ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഞാനല്ലേ വിളിക്കുന്നത്. സംശയിക്കണ്ട, അങ്ങോട്ട് പോന്നോ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആ സീതയെ വിളിച്ച അടുത്തിരുത്തിയിട്ടുണ്ട് രാവണൻ. അങ്ങനെ നല്ല സമയമായി രാവണൻ സുഖമായിട്ട് സീതയുടെ കൂടെ വളരെ കാലം സുഖമായി
സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക. പറയാലോ, പറയണോൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത്. അങ്ങനെ ചെയ്യും. ആരാണ് നീ? സീതയെ കൊണ്ടുപോകുന്നോ? നീ സീതയെ കൊണ്ടുപോകുന്നതാ? എന്നോടാ ചോദിക്കണത്. ഇപ്പൊ തരില്ല. എടാ, സീതയ്ക്ക് നല്ല പ്രായം, നല്ല ചെറുപ്പം. രാവണന് അതെ നല്ല സമയം. ഇപ്പൊ എന്തായാലും ഉപേക്ഷിക്കാൻ ഉദ്ദേശിച്ചില്ല. അത് കഴിഞ്ഞു, കുറച്ചു കാലം കഴിഞ്ഞു. പിന്നെ സീതയുടെ കൂടെ സുഖമായിട്ട് രാവണൻ കഴിച്ചു കൂട്ടി. ആദ്യം വന്നു. ഇപ്പൊ തരില്ലേ? ആദ്യം പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞു. ആ സീതയുടെ സമ്പ്രദായമൊക്കെ കുറേശ്ശെ മാറിക്കിറങ്ങി. ഈ സമ്പ്രദായം മാറി വെച്ചാൽ ആ സീതയുടെ തലയില് കറുത്ത് കാണുന്നതൊക്കെ എനിക്ക് വെളുക്കാൻ തുടങ്ങി. എന്താ കേട്ടോ? 4 മണ്ണ് നടക്കും. എന്തെങ്കിലുമൊക്കെ വെച്ച് തേക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ നരക്കില്ല. അന്നത് തുടങ്ങിയില്ല തോന്നുന്നത്. അപ്പൊ സീത വേഗം നരച്ചു. ആ നരക്കൽ അങ്ങോട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞു. നരക്കല് മാത്രമല്ല, പിന്നെ അത് കഴിഞ്ഞു അടുത്തത് ആ വായയിൽ വെളുത്ത് കാണുന്നത്. അതൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോയി. അതൊക്കെ ആദ്യം യാത്ര പറഞ്ഞങ്ങോട്ട് പോയി. ആ താടിയും മൂക്കും കൂടി കഴിഞ്ഞാൽ സീത അങ്ങനെ ഇരിക്കുന്ന ഒരു കാലം. അങ്ങനെ ഇപ്പൊ രാവണന് തോന്നി ഇനി ഇതിനെ ചോദ്യം കാര്യമില്ല, ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു വിദ്വാൻ സീതയെ കൊണ്ടുപോകുന്നതാ. ഇങ്ങോട്ട് വാ, ഞാൻ സീതയെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, ഞാനല്ലേ വിളിക്കണത്. അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വാ. എന്താ അവിടെ സംശയിക്കണത്? ഇരിക്കണതാ സീത. ഇങ്ങോട്ട് നോക്കതാ, അവിടെ ഇരിക്കണോ സീത? ഏത് ഈ പടുവൃദ്ധയോ? ഞാൻ ഇങ്ങനെയല്ലല്ലോ സീതയെ പറ്റി കേട്ടിട്ടുള്ളത്. അതിസുന്ദരി, ത്രൈലോക്യത്തിൽ ഇത്രയും സുന്ദരിയായിട്ട് വേറെ ഒരാൾ. അതൊക്കെ ഒരു കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് സുന്ദരിയുടെ അവസ്ഥ? അതെ. അപ്പോ ഇതിപ്പോ പ്രായമായി എല്ലാവർക്കും നരയ്ക്കും. അതേപോലെ സീതയ്ക്കും നരച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ സീത വയോവൃദ്ധയായിട്ടിരിക്കുന്ന ഒരു കാലത്ത് സീതയെ ഉപേക്ഷിക്കുക അങ്ങനെയാണോ? അങ്ങനെയല്ല. പിന്നെയോ ഏതെങ്കിലും രാവണനെ തോന്നുന്ന കാലത്ത് ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴോ ഉപേക്ഷിക്കണത്? പെട്ടെന്ന് ഉപേക്ഷിക്കണം. എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. സീത ഉപേക്ഷിക്കണം അല്ലേ? എവിടെ സീത? ഇവിടെ വാ. അത് കയ്യിന്ന് മാറ്റേ. ഇവിടെ വാ, ഇങ്ങോട്ട് വാ. നന്നായി. അതെ, നീ പോയിട്ട് എന്ത് കയ്യിൽ എടുത്തോണ്ട് പോവാ. ചെറുതല്ല, നല്ല വലുത് വേണം. ചെല്ലേ വേഗം പോയി എടുത്തോണ്ട് പോവാ. വേഗം എടുത്തുകൊണ്ടുവരുന്നു. ആ 2 കല്ല് അടി കെട്ടി സീതയുടെ കഴുത്തിലേക്ക് എടുത്തു. അത് കഴിഞ്ഞ് സീത എങ്ങനെ എടുത്തു. അടുത്തൊരു ജലാശയം ഉണ്ടായിരുന്നു, സമുദ്രം. ആ സമുദ്രത്തിൽ കൊണ്ടുപോയി സീത ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്താ? അതിനെ ജലാശയത്തിലേക്ക് അങ്ങോട്ട് കെട്ടി തന്നു. അങ്ങനെ ഉപേക്ഷിക്കുകയാണോ? അങ്ങനെ ഉപേക്ഷിക്കുകയാണല്ല. അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ജലാശയത്തിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയാണോ? ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ താഴത്തേക്ക് തട്ടി വിളിക്കുകയാണോ? അങ്ങനെയല്ല. പിന്നെയോ എങ്ങനെയാ വേഗം ഉപേക്ഷിക്കാച്ചാൽ, എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കാച്ചാൽ എങ്ങനെ വേണം? അതിന് ഒരു വിധി പറയുന്നത്. എന്താ? ആ രാവണന് എങ്ങനെയാണ് സീതയെ ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാ സീതയെ ഉപേക്ഷിക്കേണ്ടത് എന്നാണെങ്കിൽ ശരണം ഭജ. അപ്രകാരമെല്ലാം ഇരിക്കുന്ന രാമനെ ശരണം പ്രാപിക്കണം. അപ്രകാരമെല്ലാം ഇരിക്കുന്ന രാമൻ, അതായത് ഞാൻ, എന്നെ ശരണം പ്രാപിക്കണം. രാക്ഷസരാജാവ് രാമൻ എന്നെ ശരണം പ്രാപിക്കണം. എന്താ ഈ തം രാമം എന്ന് പറയാനുള്ള കാരണം? അപ്രകാരമെല്ലാം ഇരിക്കുന്ന രാമൻ. ഇവിടെ ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ ഇരിക്കുന്നത്. ഇതേപോലെ ഒരാൾ കാലിന്റെ മുകളിൽ തുടങ്ങിയ സമയത്ത് കാലിന്റെ മുകളിൽ കാലി വെച്ചിരിക്കാൻ തുടങ്ങി. ഒരു ഭാഗം ഇവിടെ ഒരു വിദ്വാൻ തുടക്കത്തിൽ പൊക്കി പിടിച്ചിരിക്കാൻ തുടങ്ങില്ല. കഴിയോളം ഉണ്ടാവുള്ളൂ ഉപദ്രവം. അങ്ങനെ ചിലത് പിന്നിൽ ചിലരുണ്ട് ആ തുടക്കത്തിൽ തുടങ്ങുക. അങ്ങനെ ഇരിക്കണമെന്നുണ്ട് ചിലത് തലയ്ക്ക് കൈ കൊടുത്തിരിക്കും, ചിലത് കാല് നീട്ടിയിരിക്കുക. ഇങ്ങനെ ഓരോരുത്തരും ഓരോ സമ്പ്രദായത്തിലിരിക്കണു. അതേപോലെ ഏതോ ഒരു സമ്പ്രദായത്തിൽ രാമൻ ഇരിക്കണു. അതല്ലേ? അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ രാമൻ ഇരിക്കണു എന്നല്ല. പിന്നെന്താ അപ്രകാരമെല്ലാം ഇരിക്കുന്ന രാമൻ എന്ന് പറയാനുള്ള കാരണം, ആ രാക്ഷസരാജാവ് രാവണന് രാമനെ പറ്റി നല്ലോണം അറിയാം. അറിയാത്ത ഒരാളല്ല. രാവണന് രാമനെ പറ്റി അറിയായില്ല. കാരണം എന്താ? രാമൻ ഏത് കാലഘട്ടത്തിലാണോ, ഏത് സമയത്താണോ ആയുധപ്രയോഗം തുടങ്ങിയത്, ആ കാലം മുതൽക്ക് രാക്ഷസ വംശത്തിന് നാശം ഉണ്ടായിട്ടുള്ളൂ.
ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആദ്യം ഇതായിരുന്നത് രാക്ഷസന്മാരുടെ മുഴുവൻ മായാഗുരുവായിട്ടുള്ള മാരീചന്റെ അമ്മ താടകൻ ആദ്യം കഥ കഴിച്ചു. ഗുരുവിന്റെ അമ്മ ആദ്യം കഥ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞു സുബാഹു പ്രകൃതികളെ നിഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് മുമ്പിൽ വരുന്ന ഓരോരോ രാക്ഷസന്മാരെയായിട്ട് നിഗ്രഹിച്ച് ഖരാതി 14,000 രാക്ഷസന്മാര് രാവണന്റെ പുത്രന്മാരെ ഒന്നും കൂടിയാ പറയുന്നത് അവരുടെ കഥയിൽ കഴിച്ചു. ഇതൊക്കെ രാവണൻ അറിയാം. പക്ഷെ രാവണന് വേണമെങ്കിൽ പറയാം, ഇതൊക്കെ ആരാ പറഞ്ഞത്, എനിക്കറിയില്ലല്ലോ, ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം. പക്ഷേ രാമൻ ചെയ്തിട്ടുള്ള കാര്യം പിന്നെ ചെയ്തിട്ടുള്ള കാര്യം രാവണൻ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ, ആ രാവണന്റെ സഹോദരിയായിരിക്കുന്ന ശൂർപ്പണഖയുടെ കർണനാസിക ചെയ്ത് ശൂർപ്പണഖയെ വിരൂപാക്കി തീർക്കാൻ ആ രാവണൻ അന്തപുരത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് ഉറപ്പിറന്നോളേന്നങ്ങോട്ട് വിളിച്ചാൽ അകത്തുനിന്ന് ഒരു രൂപം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. കാരണം എന്താ, കണ്ടോ ഇതിന്റെ മൂക്കൊക്കെ ആരാ എങ്ങനെയാക്കിയത്? അതിന്റെ മൂക്കൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ ചെവിയും പോയിട്ടുണ്ടല്ലോ. പപ്പേ രാമ, നീയാണല്ലേ ഇവിടെ എങ്ങനെയാക്കിയത് എന്ന് രാമൻ പ്രകാരമെല്ലാം ഇരിക്കുന്ന രാമൻ എന്ന് പറയാനുള്ള കാരണം രാക്ഷസരാജാവ് രാമനെ പറ്റി നല്ലോണം അറിയാം. ആ രാമനെ ശരണം ഭജ, ശരണം പ്രാപിക്കണം. രാക്ഷസരാജാവ് ആ രാവണൻ സീതാദേവിയെ കൊണ്ടുവന്ന് എന്റെ പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ച്, അല്ലേ രാമചന്ദ്രൻ സീതാദേവിയെ സ്വീകരിക്കാം, ഞാൻ അറിയാതെ കണ്ട് ചെയ്തു പോയിട്ടുള്ള അപരാധമാണ്, എന്നോട് ക്ഷമിക്കണേ, എന്നോട് തുറക്കണേ എന്ന് രാമം ശരണം ഭജ, ആ രാമനെ എന്നെ ശരണം പ്രാപിക്കണം രാക്ഷസരാജാവ്. ഇതൊക്കെ പറയാം, പറഞ്ഞുകൊണ്ട് കേട്ടോണമെന്നുണ്ടോ? ഇപ്പൊ മുഴുവണ്ണം കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാ ഒന്നുമല്ല കേട്ടോ. ഇത് കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എത്ര ഉണ്ടെന്നുള്ളത് മുമ്പേ തന്നെ അറിയാം. കേൾക്കാനായിട്ട് വളരെ കുറച്ച് തന്നെ ഉള്ളൂ, മറ്റെന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി വരണതാണ്. ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി പോയി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ആ ഉണ്ടോ നമുക്ക് നോക്കാം, അവിടെ നിന്ന് നോക്കി പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ കൊണ്ട് മുഴുവൻ എണ്ണൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് വരില്ല. ഒരാളൊരു കാര്യം കേട്ടു എന്ന് എങ്ങനെയാ മനസ്സിലാവുക? പലരും കേൾക്കലുണ്ടോ, പല തരത്തിൽ കേൾക്കണവരോ. ഇതാണ് ചിലത് ആദ്യം ഒന്ന് കേൾക്കും എടുക്കും, ചിലത് അങ്ങനെയാ. മറ്റൊന്നല്ല, മറ്റത് മുമ്പിൽ വന്നിരിക്കണ്ടോ ഒന്നും കേൾക്കണ്ടാവില്ല, ആ ഇരുന്ന തന്നെ ഉണ്ടാവും. വേറെ ചിലതുണ്ട് മുമ്പിൽ വന്ന അത്രേ ഉള്ളൂ. മനസ്സൊക്കെ വേറെ എവിടെയെങ്കിലും വേറെ ചിലതുണ്ട് വന്നിരിക്കും. തുടക്കത്തിലൊക്കെ വലിയ കാര്യമായിട്ട് കേമായിട്ട് കേൾക്കണം എന്നൊക്കെ നിരീക്ഷ വരും. വന്നങ്ങോട്ട് ഇരുന്നാൽ അപ്പം തുടങ്ങി അങ്ങനെ തല്ലിപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുണ്ട് ചിലത്. അപ്പൊ അങ്ങനെ പലരും പലതരത്തിലാണ്. ഇത് കേട്ടു എന്നുള്ളത് എങ്ങനെയാ മനസ്സിലാവുക? കേൾക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. കേട്ടത് ദൂടെ കേട്ടു, ദൂരെ വിടാം, അങ്ങനെയുണ്ട്. പക്ഷേ കേട്ട കാര്യം വേണ്ടതുപോലെ കേട്ടു എന്ന് എങ്ങനെയാ മനസ്സിലാവുക? ആ കേട്ട കാര്യത്തിൽ എന്തെങ്കിലും ചിലവ്, അതിന്റെ ഗുണവശങ്ങൾ എന്തെങ്കിലും അയാളുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളത് വേണ്ടതുപോലെ കേട്ടു എന്ന് മനസ്സിലുണ്ട്. ഒരു ഗുണം പറഞ്ഞത് ആ ഗുണയെ പറഞ്ഞതനുസരിക്കുക എന്നുള്ളൊരു ഗുണം ഒഴിച്ച് ബാക്കി എല്ലാ ഗുണങ്ങളും ഉണ്ട്. അപ്പോ അങ്ങനെയുണ്ട് ചിലത്. അപ്പൊ ആ പറഞ്ഞ വിഷയത്തിന്റെ ഗുണവശങ്ങൾ എന്തെങ്കിലും അയാളുടെ പ്രവൃത്തിയിൽ കാണണം. അതിനെയാണ് പറഞ്ഞത് കേട്ടു എന്ന് ധരിക്കുക. രാക്ഷസരാജാവ് രാവണൻ ആ പറഞ്ഞ കാര്യത്തിനെ കേട്ടനുസരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ പിന്നെ അങ്കദൻ ഒരു വാക്ക് പോലും ദൂതന്റെ വാക്കായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതുവരെ പറഞ്ഞതൊക്കെ ദൂതന്റെ വാക്കാണ്, പിന്നെ എന്റെ വാക്കായിട്ട് ശ്രീരാമചന്ദ്രന്റെ വാക്കായിട്ട് പറഞ്ഞു. രാക്ഷസരാജാവ് രാവണൻ അത് കേട്ടനുസരിക്കാൻ ഇച്ഛിക്കുന്നില്ല എങ്കിൽ, അത് താല്പര്യപ്പെടുന്നില്ല എങ്കിൽ പിന്നെന്താ പറയണത്? അഹം വിഭീഷണം അഭിഷേക്ഷ്യാമി, ഞാൻ വിഭീഷണനെ അഭിഷേകം ചെയ്യുന്നു. രാക്ഷസരാജാവ് രാവണന്റെ സഹോദരനായിട്ടുള്ള വിഭീഷണനെ ഞാൻ അഭിഷേകം ചെയ്യിക്കും. അഭിഷേകം ചെയ്യുന്നല്ല, അഭിഷേകം ചെയ്യിക്കുന്നതാണ്. ചെയ്യിക്കാൻ രാക്ഷസരാജ അതെ അഭിഷേകത്തിന് സമയം കിട്ടോ, ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഏതാണ്ട് സമയമൊക്കെ ആയിട്ടുണ്ട്. അഭിഷേകത്തിനുള്ള സമയമായിട്ടുണ്ട്. നോക്കിയപ്പോഴ വിഭീഷണൻ നന്നായി കേട്ടോ,
കുറച്ച് കാലമായി ഞാൻ ഇരിക്കുന്നു തൻ്റെ അഭിഷേകം കഴിക്കണം എന്നുള്ളത്. കുറച്ച് കാലമായി ആ രാവണനെ ഉപേക്ഷിച്ച് രാമന്റെ കൂടെ വന്ന് കൂടിയിട്ട് നന്നായി എടോ തന്റെ അഭിഷേകം ഒന്ന് കഴിപ്പിക്കണം എന്നാ ഞാൻ ഇരിക്കുന്നത്. ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക. ആ നന്നായി. പറഞ്ഞ അനുസരിക്കണം. ഒരാളെ ഉള്ളൂ ഇവിടെ. നന്നായി. ആരാ അവിടെ ആ വേഷം കെട്ടിയ വർദ്ധനൊക്കെ പോയി? അതെ, അവിടെ വെറുതെ വീശി ഇരിക്കല്ലേ. ഒരു 2 കുടം വെള്ളം കൊണ്ടൊരു ഒന്നുമില്ല കേട്ടോ. ഈ വേഷം കെട്ടി നടക്കലെന്നേ ഉള്ളൂ. ഒരു പ്രവർത്തിയും ചെയ്യില്ല. ഒന്ന് പോയി പറയുക. നോക്കാൻ ഇവിടെ നോക്കാം. അവിടെ ഇരിക്കണോ അതിനോട് പോയി പറയും 2 കുടം വെള്ളം കൊണ്ട്. നന്നായി പറഞ്ഞപ്പോഴേക്കും കൊടുക്കും. നന്നായി കേട്ടോ. വിഭീഷണ ഒന്ന് നേരിയിരിക്കൂ. നീ ഒന്നും കിട്ടുന്ന നീങ്ങിയിരിക്കാൻ. ഒന്നുകൂടി അങ്ങനെ കൊണ്ടുവന്ന് ഓർത്തോളം വെള്ളം എടുത്ത് ആ വിഭീഷണന്റെ തലയെ കൂടെ സന്തോഷമായില്ലേ വിഭീഷണ? സന്തോഷമായില്ലേ? എന്റെ അഭിഷേകം കേൾപ്പിച്ചതാ. മനസ്സിലായില്ല? വിഭീഷണ ഒരു പാറയുടെ മുകളിൽ എത്തിയിരുത്തി തലയെ കൂടെ 2 കുടം വെള്ളം ഒഴിച്ച് അഭിഷേകം കഴിപ്പിക്കുക. അങ്ങനെയാണ്. എവിടെയെങ്കിലും കൊണ്ടിരുത്തി വിഭീഷണന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ച് അഭിഷേകം ആക്കി തീർക്കുക. അങ്ങനെയല്ല. എവിടെയാ അഭിഷേകം കഴിപ്പിക്കുന്നത്? ദശമുഖസ്ഥാനേ വിശേഷ്യാമി. ദശമുഖസ്ഥാനത്തിന്റെ അഭിഷേകം കഴിപ്പിക്കുന്നത്. രാക്ഷസരാജാവ് രാവണന്റെ സ്ഥാനത്ത് അഭിഷേകം കഴിപ്പിക്കുക. രാവണന്റെ സ്ഥാനത്താൽ രാവണൻ ഇരിക്കണ സ്ഥലം, രാവണന്റെ സിംഹാസനം. സിംഹാസനം എന്നൊക്കെ പറഞ്ഞേ ഇരിക്കണ ഒരാൾക്കും 200ഓളം കാലം ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുമോ? ഇന്നലെ എവിടെ ഇരുന്നത്? നാളെ ഇവിടെ തന്നെ ഇരിക്കുന്നവര് വല്ല ഉറപ്പുണ്ടോ? ചിലരുണ്ടോട്ടോ. ഞാൻ ഇരുന്നോടത്ത് ഞാനല്ലാണ്ട് വേറൊരാൾ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ആ ഇരുന്നേനെ പിടിക്കും. അങ്ങനെയുള്ളവരുണ്ട് ചിലര്. കുറച്ച് കാലമൊക്കെ പറ്റും. അത് കഴിഞ്ഞാൽ ആരെങ്കിലും ഉന്തി തള്ളി താഴത്തേക്ക് ഇടും. നമ്മുടെ അനുഭവം കൊണ്ട് തന്നെ ഉണ്ടല്ലോ. നോക്കുമ്പോഴാണ് രാവണന്റെ സിംഹാസനം എഴുതിക്കണം. വിഭീഷണൻ അവിടെ നീക്കണോ? നീക്കാൻ പറഞ്ഞാൽ വേറെ ചിലരെ ഇരിക്കും. ഒരു കാര്യം ചെയ്യാ, അത് മണിക്ക് പിടിച്ച് കയറിയിരിക്കുക. അപ്പുറത്തേക്ക് അങ്ങോട്ട് അതന്നെ ഒരു കടന്നിരുന്നോളൂ. സംശയിക്കണ്ട. എന്തിനാ അങ്ങോട്ടേക്ക് അങ്ങോട്ട് കടന്നിരിക്കുക. കടന്നിരിക്കണോ? അങ്ങനെ നന്നായി. സന്തോഷമായി. അതെ, ഒരു 2 കുടം വെള്ളം കൊണ്ട് കൊണ്ടുവരും. അയ്യോ അതിനോട് പറയണ്ട. അതിന് ഒറ്റയ്ക്ക് നടത്താൻ തന്നെ വയ്യ. കൊണ്ട് വെള്ളം കൂടിയേ കൊണ്ടിരിക്കുന്നു. അതെ 2 കുടം വെള്ളം കൊണ്ടുവരും. 2 ആളും കൂടിയിട്ട് വേഗം അവരെ വെള്ളം ഇട്ട് കൊണ്ടിരിച്ചു. വിഭീഷണൻ ഒന്ന് നിവർന്നിരിക്കൂ. മടിയിൽ തന്നെ മാറ്റൂ. അപ്പുറത്തേക്ക് വെച്ചു. അങ്ങനെ നിവർന്നിരിക്കൂ. കാലാട്ടരുത്. കൈയൊക്കെ കെട്ടി നിവർന്നിരിക്കൂ. തലയൊക്കെ തുടയ്ക്കൂ. തല തുടയ്ക്കാൻ പറഞ്ഞ മുഖ തുടയ്ക്കുക. തല അങ്ങനെ നന്നായി. വേഗം കൊണ്ടുവന്ന വെള്ളം സന്തോഷമായില്ലേ? നിങ്ങളുടെ കിടന്നിരുന്നത് എന്തിനാ മനസ്സിലായിയോ? ഇത് രാവണൻ ഇരിക്കുന്ന സിംഹാസന. ആ വിദ്വാൻ വന്ന സമയത്ത് താൻ അതിന്റെ ഇരിക്കുന്ന അങ്ങോട്ട് കണ്ടാൽ കയ്യ അങ്ങോട്ട് തിരിഞ്ഞിട്ട് പല്ലൊക്കെ ആയിട്ട് കൊഴിഞ്ഞു. അതുകൊണ്ടാട്ടോ സംശയിക്കണ്ട. അലോക്യം തോന്നണ്ട വിഭീഷണ എന്ന് രാക്ഷസരാജാവ് രാവണന്റെ സിംഹാസനത്തില് രാവണൻ വരണേന് മുമ്പ് വിഭീഷണനെ പിടിച്ചു കൊണ്ടുവന്നിരുത്തി തലയെ കൂടെ വെള്ളം ഒഴിച്ച് അഭിഷേകം എന്നുള്ള നിലയിലങ്ങോട്ട് കഴിച്ച് രാവണൻ വരണേന് മുമ്പ് വിഭീഷണനെ അങ്ങോട്ട് മാറ്റുക. അങ്ങനെയാണോ? അങ്ങനെയല്ല. പിന്നെ എവിടെയെന്നാ പറഞ്ഞത്? ദശമുഖസ്ഥാനേ വിശേഷ്യാമി. ദശമുഖസ്ഥാനത്തിന്റെ ഞാൻ അഭിഷേകം കഴിപ്പിക്കണോ എന്ന് പറഞ്ഞതുകൊണ്ട് രാവണന്റെ സിംഹാസനം എന്നുള്ള അർത്ഥമല്ല. പിന്നെയോ രാവണന്റെ സ്ഥാനം, അതായത് സർവരാക്ഷസ ചക്രവർത്തി എന്ന രാവണന്റെ സ്ഥാനത്തെങ്കില് ഭീഷണം അഭിഷേഷ്യാമി. ഞാൻ രാക്ഷസരാജാവ് രാവണന്റെ സ്ഥാനത്ത് വിഭീഷണനെ അഭിഷേകം ചെയ്യിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്താ താല്പര്യം? രാവണ, നീയെ പറഞ്ഞാൽ അനുസരിക്കാൻ ഭാവില്ലെങ്കിൽ, എന്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു തരാൻ ഭാവില്ലെങ്കിൽ ഞാൻ വാനര സൈന്യത്തോടു കൂടി നിന്നോട് യുദ്ധം ചെയ്ത് യുദ്ധമധ്യത്തിന്റെ നിന്നെയും നിന്റെ പക്ഷപാതികളായിരിക്കുന്ന സർവരക്ഷന്മാരെയും നിഗ്രഹിച്ച് എന്റെ സ്ഥാനത്ത് എന്റെ ആശ്രിതനായിട്ടുള്ള നിന്റെ സഹോദരനായിട്ടുള്ള വിഭീഷണനെ ഞാൻ ലങ്കാരാജാവാക്കി അഭിഷേകം ചെയ്യിക്കും. ഇതാണ് എന്റെ ദൂതനായിരിക്കുന്ന രാക്ഷസരാജാവ് രാവണന്റെ സമീപത്ത് ചെന്ന് ദൗത്യമായിട്ട് അറിയിക്കേണ്ടത്. മനസ്സിലായോ സുഗ്രീവ?
ഓ കട്ടിച്ച് എന്തൊക്കെയോ ചിലത് മനസ്സിലായിട്ടോ. സുഗ്രീവന്റെ മുഖത്ത് ഒരു ചിരിയൊക്കെ വരട്ടെ. കട്ടിച്ച് എന്തൊക്കെയോ ചിലത് മനസ്സിലായിട്ടുണ്ട്. സുഗ്രീവനോട് ശ്രീരാമചന്ദ്രൻ എന്താണ് അംഗദൻ ദൗത്യമായിട്ട് അറിയിക്കേണ്ടത് എന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു മാത്രമല്ല, ഇത് ആരോടാ പറയണത്? വാനര ചക്രവർത്തിയായിട്ടുള്ള സുഗ്രീവൻ ആരാ കാര്യങ്ങൾ ചെയ്യേണ്ടത് അംഗദൻ. അപ്പൊ അംഗദനോട് പറഞ്ഞാൽ പോരെ, സുഗ്രീവനോട് പറയേണ്ട കാര്യം ഉണ്ടോന്നാണെങ്കിൽ സൈന്യത്തിന്റെ നിയമം അനുസരിച്ച് നേരിട്ടല്ല പറയുക. പിന്നെയോ പ്രധാനപ്പെട്ട വ്യക്തി ആരാണോ അയാൾക്കാണ് കൽപ്പന കൊടുക്കുക. അയാള് അയാളുടെ തൊട്ട് താഴെയുള്ള ആൾക്ക് കൽപ്പന കൊടുക്കും, അയാളുടെ തൊട്ട് താഴെയുള്ള ആൾക്ക് കൽപ്പന കൊടുക്കും. ഇങ്ങനെ വേണം ഒരു വ്യക്തിയിലേക്ക് കൽപ്പന. അങ്ങനെ നേരിട്ടവർ കൊടുക്കുകയല്ല. അതുകൊണ്ടാണ് ആ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് സർവവാനര ചക്രവർത്തിയായിരിക്കുന്ന സുഗ്രീവനോട് ആ കൽപ്പന പറയാനുള്ള കാരണം. ആ കൽപ്പന കൊടുക്കൽ കഴിഞ്ഞു. അതിന്റെ ശേഷം ഈ സുഗ്രീവൻ പ്രത്യേകിച്ച് അംഗദനോട് പറയേണ്ടി വന്നു. ഈ ശ്രീരാമൻ പറഞ്ഞ കാര്യമൊക്കെ, ശ്രീരാമചന്ദ്രൻ പറഞ്ഞ കാര്യമൊക്കെ അംഗദൻ കേട്ടു എന്നാണെങ്കിൽ അംഗദൻ മാത്രമല്ല ആ വാനര സൈന്യത്തിലുള്ള പ്രധാനപ്പെട്ട വാനര മുഖ്യന്മാര് എല്ലാവരും എത്തിയിട്ടില്ലേ എന്ന് നോക്കിയതിന്റെ ശേഷമാണ് ശ്രീരാമചന്ദ്രൻ കാര്യം പറയാനായിട്ട് തുടങ്ങി. മുഴുവൻ എണ്ണം അവിടെ എത്തിയിട്ടില്ലേ എന്ന് ആദ്യം നോക്കിയപ്പോഴാണ് എവിടെ വാനര പ്രമുഖന്മാര് ഓരോന്ന് അവിടെ ഹലോ ഇതെന്താ പറ്റിയൊന്നും കൂടി വരികയോ? അല്ല അത് ഇവിടെ ഉണ്ടല്ലേ, ഗവയൻ, ഗവാക്ഷൻ, പനസൻ ഇവിടെ ഉണ്ട്, ഗോമുഖൻ ഇവിടെ ഉണ്ട്. എവിടെ ഇനിയും കാണല്ലോ ഹനുമാൻ, ജാമ്പവാൻ എവിടെ? ജാമ്പവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയും കാണല്ലോ നീലനെ കണ്ടില്ല. നീലൻ എവിടെയുണ്ട്? അംഗദൻ എവിടെ? അംഗദ എവിടേക്കാ നോക്കണോ? അംഗദനും ഉണ്ട് അവിടെ. എല്ലാവരും ഉണ്ട്. വാനര സൈന്യത്തിൽപ്പെട്ട യോഗ്യന്മാരായിട്ടുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട് എന്ന് നോക്കി മനസ്സിലാക്കിയതിന്റെ ശേഷമാണ് ശ്രീരാമചന്ദ്രൻ കാര്യം പറയാനായിട്ട് തുടങ്ങിയത്. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും വല്ല ഗുണമുണ്ടോ? അത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും വല്ല ഗുണമുണ്ടോന്നാണ്? ഒരു ഗുണവും ചെയ്യാനുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്. കാരണം ഈ ഭരണാധികാരികൾ അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റത് ചെയ്യാം, മറിച്ചത് ചെയ്യാന്നൊക്കെ അവർ പറയുന്നല്ലാതെ പറഞ്ഞ എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? ഒന്നും നടക്കില്ല. പറയുന്നത് ഞങ്ങൾ ഒന്നും നേരെയാക്കിക്കോളാം, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം, ഞങ്ങൾ അത് ചെയ്തോളാം, ഇത് ചെയ്തോളാം എന്നൊക്കെ പറയും. പക്ഷേ കഴിക്കാനും തുടങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യമൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ ശ്രീരാമന്റെ വാക്കുന്നാണെങ്കിൽ ഒരു സംശയവും വേണം. അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്തിരിക്കും. അതെന്താ അതാണ് അദ്ദേഹത്തിന് മര്യാദ പുരുഷോത്തമൻ എന്ന് പറയണത്. ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം പറയുള്ളൂ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം ആ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയാനുള്ള കാരണം. അതാണ് ഒരു സംശയവും വേണ്ട, പറഞ്ഞ കാര്യം അദ്ദേഹം വേണ്ടതുപോലെ എന്തൊക്കെ ചെയ്യാനാണോ ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാനായിട്ടുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ രാവണനെ അറിയിക്കണം എന്ന് പ്രത്യേകിച്ച് അംഗദനോട് പറഞ്ഞത്. അംഗദൻ അത് കേട്ടിട്ട് രണ്ടാമതൊരു കൽപ്പനയ്ക്ക് കാത്തുന്നില്ല. ഇനി ഒരു തവണയും കൂടി ആ സുഗ്രീവൻ തന്നോട് പറയട്ടെ. ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോടാണല്ലോ പറഞ്ഞത്. അപ്പോ സുഗ്രീവൻ തന്നോട് രണ്ടാമത് പറയട്ടെ എന്ന് അദ്ദേഹം കാത്തുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അംഗദൻ വേഗം ശ്രീരാമചന്ദ്രനെ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്തിനെ സാഷ്ടാംഗം നമസ്കരിച്ചത്? അത് ശ്രീരാമചന്ദ്രൻ പറയേണ്ടായിട്ടില്ലോ? ഇല്ല. പക്ഷേ അത്യന്തം ക്ലേശകരായിട്ടൊരു കാര്യമാണ് ചെയ്യാനായിട്ട് പോണത്. അതിനെന്ത് വേണം? അതിന് ദൈവാധീനം വേണം. ദൈവാധീനത്തിന് വേണ്ടി ആദ്യം എന്താ ചെയ്യാൻ? നമസ്കരിക്കുക. അപ്പോ ആ വാനരന്മാര് അവരുടെ മുഴുവൻ പരദേവതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് സാക്ഷാൽ ശ്രീനാരായണന്റെ അവതാരമായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രനെയാണ്. അതുകൊണ്ട് നാരായണനെ നമസ്കരിക്കണോ എന്ന ഭാവത്തിൽ തന്നെയാണ് അംഗദൻ ആ ദൈവാധീനത്തിന് വേണ്ടിയിട്ട്
ശ്രീരാമചന്ദ്രനെ ആദ്യം നമസ്കരിച്ചു. അതിന്റെ ശേഷം തന്റെ അപ്പനായിട്ടുള്ള തന്റെ അച്ഛന്റെ സഹോദരനായിട്ടുള്ള സുഗ്രീവനെ നമസ്കരിച്ചു. അതെന്തിനാ? സുഗ്രീവനെ രണ്ടു തരത്തിൽ നമസ്കരിക്കണം. അച്ഛന്റെ സഹോദരൻ എന്നുള്ള നിലയിൽ, അച്ഛന്റെ സഹോദരൻ എന്നുള്ള നിലയിൽ നമസ്കരിക്കണം. മാത്രല്ല മഹാരാജാവ്, വാനര മഹാരാജാവ് എന്ന നിലയില് യുവരാജാവ് സ്ഥാനം കൊണ്ട് രാജാവിനെ നമസ്കരിക്കുക. ഇങ്ങനെ രണ്ടു തരത്തിലും നമസ്കരിക്കണം. ആ നമസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞു മറ്റു വാനരന്മാരോടൊക്കെ യാത്ര പറയണം. അതിനെന്താ വേണ്ടത്? ഓരോരുത്തരോടൊക്കെ പോയിട്ട് യാത്ര പറയാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ എന്തു വേണം? അദ്ദേഹം തൊഴുതു പിടിച്ചുകൊണ്ട് ആ വാനര സൈന്യങ്ങളെ മുഴുവൻ ഒരു തല വരെ നോക്കി, ഞാൻ പോയി വരട്ടെ എന്ന ഭാവത്തോടു കൂടിയിട്ട് അംഗദൻ എല്ലാ വാനരന്മാരെയും നോക്കിയപ്പോ അവർക്ക് എല്ലാവർക്കും തോന്നി, എന്നെ നോക്കി എല്ലാവർക്കും തോന്നി. അതിന്റെ ശേഷം അംഗദൻ ആ ശ്രീരാമകാര്യത്തെ വേണ്ടതുപോലെ നിർവഹിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് രാജധാനിയിരിക്കുന്നത് ദൗത്യം നിർവഹിക്കാനായിട്ട് അങ്ങോട്ട് യാത്രയാകുന്നു. ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദൂതനായിരിക്കുന്ന അംഗദനോ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ് രാമകാര്യത്തെ ധരിച്ചതിന്റെ ശേഷം അവിടെ നിന്നും പുറപ്പെട്ട് രാവണ സവിധത്തെ പ്രാപിച്ച് രാവണപുരോഭാഗത്തിങ്കൽ ഒത്തിരുന്ന് ഉത്തരപ്രത്യുത്തര വാക്കുകളെ പറഞ്ഞ് രാവണൻ നയോപായ സാധ്യനല്ല വിട്ടോപായ സാധ്യനാണ് എന്ന വിഷയത്തെ അറിഞ്ഞതിന്റെ ശേഷം താമസം വിന അരികുലത്തെ അഖിലമായി വിഗ്രഹിച്ചതിന്റെ ശേഷം അവിടെ നിന്നും പുറപ്പെട്ട ശ്രീരാമസവിധത്തെ പ്രാപിച്ച് രാവണകാര്യത്തെ രാമനോട് അറിയിച്ച സമയത്തിങ്കൽ ശ്രീരാമചന്ദ്രൻ താമസം വിന യുദ്ധാരംഭിച്ച് യുദ്ധമധ്യത്തിങ്കൽ രാവണാദി ദുഷ്ടരാക്ഷസന്മാരെ സമൂലം വിച്ഛേദിച്ച് തന്നെ സേവിക്കുന്ന സകല ഭക്തന്മാർക്കും സകലാഭിഷ്ടങ്ങളെ പ്രദാനം ചെയ്യുവാനായിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്വാമി ശ്രീരാമചന്ദ്രൻ ആയവിടെ ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തിങ്കൽ പടവീടും കെട്ടി സേനാനിവേശം ചെയ്ത് യുദ്ധനിശ്ചിത ചേതസ്സായിട്ട് വർദ്ധിച്ചത് പ്രകാരമെല്ലാം സ്വാമി ശ്രീരാമചന്ദ്രൻ വാന്മാരെ എല്ലാവർക്കും നമസ്കാരം. പൂന ഭഗവതി ക്ഷേത്രത്തിലെ ഒരു തവണയും കൂടി ചാക്യാർകൂത്ത് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതിന് മുമ്പ് വളരെ കാലങ്ങൾക്ക് മുമ്പാണ്, ഒരു 5-6 കൊല്ലത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, ആദ്യമായിട്ട് ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാനുള്ള ഒരു അവസരം ഉണ്ടായി. അതിനുശേഷം ഒരു 5-6 കൊല്ലത്തിന് ശേഷമാണ് പിന്നീട് ഒരു അവസരത്തിൽ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലൊരു അവസരം തന്നതിന് ഇതിൻ്റെ സ്പോൺസറായിട്ടുള്ള ആ വ്യക്തിക്കും ആ കുടുംബത്തിനും അതേപോലെ ഇത് കണ്ട് ആസ്വദിച്ച എല്ലാവരായ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഭഗവതി ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നു.